ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കേൾക്കുന്നുണ്ടോ ഒന്ന് പറയോ? ഓക്കെ 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 കേട്ടാ. അപ്പൊ നമുക്ക് ഇന്ന് ആസിഡും ആൽക്കലിയെ പറ്റി പഠിക്കാം. ഇതില് കൂടുതലായിട്ട് pH അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതൽ ചോദിക്കാറ്. ആസിഡ് ആൽക്കലി എന്ന് ചോദിക്കാറുള്ള ഒരു പോർഷൻ ആണ് കേട്ടോ. ഈ ലേറ്റസ്റ്റ് കഴിഞ്ഞ LDയില് കൂടുതലൊരു ഈ കെമിസ്ട്രിന്ന് ആസിഡ് ആൽക്കലി ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് pHന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നൊരു ഏരിയ ആണ് കേട്ടോ. കഴിഞ്ഞ പ്രിലിംസുകളിൽ 10th പ്രിലിംസുകളിൽ ഒക്കെ ആയിട്ട് പരീക്ഷയ്ക്ക് വന്നൊരു സംഭവമാണ്. കഴിഞ്ഞ OAക്കും വന്നിട്ടുണ്ട് pHന്റെ കാര്യം, ആസിഡിന്റെ വാല്യൂ ആൽക്കലിയുടെ വാല്യൂ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഈ പറയാൻ പോണത് ആസിഡും ആൽക്കലിയെ പറ്റിയാണ് കേട്ടോ. അപ്പൊ എല്ലാ പരീക്ഷയ്ക്കും കെമിസ്ട്രിയുടെ ഭാഗത്തുനിന്ന് വരാറുള്ള ഒരു ടോപ്പിക്കാണ് ആസിഡും ആൽക്കലി, പ്രത്യേകിച്ച് pH. ഓക്കെ, അപ്പൊ ആസിഡുകൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് ആസിഡുകളാണ്. നമുക്കറിയാം പലതരത്തിലുള്ള ആസിഡുകൾ നമുക്കറിയാം ഇല്ലേ. നമ്മൾ കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിലും മിക്കവാറും ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ ഓർഗാനിക് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നാരങ്ങയിൽ നമുക്കറിയാം സിട്രിക് ആസിഡ്, അങ്ങനെ പലതരം ആസിഡുകൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ ഫ്രൂട്ട്സിലായാലും ഭക്ഷണ പദാർത്ഥങ്ങളിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന അതിൽ ആസിഡ് കണ്ടന്റ് ഉള്ളതാണ്. ഓക്കെ, അപ്പോ ജലീയ ലായനിയിൽ ഹൈഡ്രജൻ അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. ഒന്നുമില്ല, H+ അയോണുകൾ ഉള്ളതാണ് നമ്മുടെ ആസിഡുകൾ എന്ന് പറയണത്. ഹൈഡ്രജൻ അയോണുകൾ ഉള്ള സംഭവമാണ് ആസിഡ് എന്ന് പറയണത്. അപ്പൊ ഒരു ജലീയ ലായനിയിൽ ഹൈഡ്രജൻ അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥത്തിനെയാണ് നമ്മൾ ആസിഡ് എന്ന് പറയാം. H+ അയോണുകൾ ഉള്ളതാണ് ആസിഡുകൾ. ഇനി നമുക്ക് നാരങ്ങയിൽ ഞാൻ പറഞ്ഞു ആസിഡ് ഉണ്ട്, മോരിലുണ്ട്, പുളിയിലുണ്ട്, വിനാഗിരി, ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ പറയും ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മള് അതിലുള്ള ആസിഡുകളെ നമ്മൾ ഓർഗാനിക് ആസിഡുകൾ എന്നാണ് പറയണത് കേട്ടോ. ഓർഗാനിക് ആസിഡ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, ഓർഗാനിക് ആസിഡ് എന്നാണ് അങ്ങനെയുള്ളതിനെ പറയാം. ഇനി ഈ ആസിഡിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ആസിഡ് എന്ന് പറഞ്ഞ സാധനം ലിറ്റ്മസ് പേപ്പറിൽ ചുവപ്പ് നിറമാക്കും. നീല ലിറ്റ്മസിനെ ചുവപ്പ് നിറമാക്കണ സാധനമാണ് ആസിഡ് എന്ന് പറയുന്നത്. നീല കളർ ലിറ്റ്മസിനെ ചുവപ്പ് കളറാക്കുന്ന സാധനമാണ് ആസിഡ്. അതായത് ആസിഡില് ലിറ്റ്മസ് പേപ്പറിന്റെ നിറം എപ്പോഴും ചുവപ്പായിരിക്കും ആസിഡിലാണെങ്കിൽ കേട്ടോ. ഇത് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ആസിഡില് ലിറ്റ്മസ് പേപ്പറിന്റെ നിറം ഏതാന്ന് ചോദിച്ചാൽ അത് ചുവപ്പാണ് കേട്ടോ. ഓക്കെ, ആൽക്കലിയിലാണെന്നുണ്ടെങ്കിൽ അത് ബ്ലൂ ആയിരിക്കും കേട്ടോ ലിറ്റ്മസ് പേപ്പറിന്റെ നിറം. ഇപ്പൊ നമ്മൾ ആസിഡ് ആദ്യം പഠിക്കാം. അപ്പൊ ആസിഡില് എന്താ ചെയ്യണത്, ആസിഡ് നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പ് കളറാക്കണതാണ് ആസിഡ്. ഇത് ആസിഡ് ആണോ അറിയോന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഓരോ ഇൻഡിക്കേറ്റേഴ്സ് ആണ്, സൂചകങ്ങളാണ് കേട്ടോ. ഓക്കെ, ഇനി അതായത് ലബോറട്ടറിയിൽ നമ്മൾ യൂസ് ചെയ്യണ സാധനമാണ്. ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ലബോറട്ടറികളിൽ സാധാരണ യൂസ് ചെയ്യണ പേപ്പർ ആണ് ഈ ലിറ്റ്മസ് പേപ്പർ. അത് ചുവന്ന കളറിലും ഉണ്ട്, നീല കളറിലും ഉണ്ട് ലിറ്റ്മസ് പേപ്പർ. ആസിഡ് ആണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, നീല കളറുള്ള ലിറ്റ്മസ് പേപ്പറിനെ അത് ചുവപ്പ് കളറാക്കും. അപ്പൊ നീല ലിറ്റ്മസിനെ ചുവപ്പ് നിറമാക്കണത് ആസിഡ് ആണ് കേട്ടോ. ഇനി എല്ലാ ആസിഡുകളുടെ രുചി ഏതാന്ന് ചോദിച്ചാൽ അത് പുളി രുചിയാണ്. ആസിഡുകളുടെ പ്രധാനപ്പെട്ട കോമൺ ആയിട്ടുള്ള രുചി ചോദിച്ചാൽ അത് പുളി രുചി. ഇനി ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ ശക്തി കുറഞ്ഞവയാണ്. ഓക്കെ, നമ്മുടെ ഫ്രൂട്ട്സുകളിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്ന് പറഞ്ഞാൽ ശക്തി കുറഞ്ഞ, വീര്യം കുറഞ്ഞ ആസിഡ് ആണ്. ഇനി ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ആണെങ്കിലോ വീര്യം കൂടിയ ആസിഡ് ആണ്. അതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്. ഈ സാധനമൊക്കെ നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആസിഡ് നമ്മുടെ മേത്ത് വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ആസിഡ് ആക്രമണം ഏൽക്കും, പൊള്ളലേൽക്കാൻ സാധ്യതയുള്ള ആസിഡാണ്. വീര്യം കൂടിയ ആസിഡുകളാണ് ഈ പറഞ്ഞ ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞ സാധനം. എന്നാൽ നമ്മുടെ ഫുഡിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിന് അത്ര വലിയ വീര്യമൊന്നുമില്ല. ആസിഡുകൾ കാർബണേറ്റുകളായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് കേട്ടോ. ആസിഡ് എന്ന് പറഞ്ഞ സാധനം എന്തെങ്കിലും കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വാതകം ചോദിച്ചാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇപ്പൊ കാൽസ്യം കാർബണേറ്റോ അങ്ങനെ എന്തെങ്കിലും കാർബണേറ്റ് ആയിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. നമുക്കറിയാം ഫയർ എക്സ്റ്റിംഗ്വിഷറിലൊക്കെ ഉപയോഗിക്കുന്നത്, തീ കെടുത്താനൊക്കെ ഉപയോഗിക്കുന്ന വാതകം ചോദിച്ചാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. തീ കെടുത്തുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അപ്പൊ രണ്ടുമൂന്ന് കാര്യം പറഞ്ഞോളൂ.
ആസിഡ് ആണെന്നുണ്ടെങ്കിൽ ആസിഡ് പൊതു സ്വഭാവം പുളിരുചിയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന ആസിഡുകളുടെ കുറച്ച് പേര് പറഞ്ഞു, ഭക്ഷ്യപദാർത്ഥങ്ങളിലുള്ള കുറച്ച് ആസിഡ് പറഞ്ഞു, നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പ് കളറാക്കണത് ആസിഡ് ആണെന്ന് പറഞ്ഞു. പിന്നെ പിന്നെ നമ്മൾ പറഞ്ഞത് ഈ ആസിഡുകൾ കാർബണേറ്റ് ആയിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉണ്ടാകുന്നത്. തീ കെടുത്തുന്ന വാതകം ചോദിച്ചാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി ഇത് SCRT-യിലുള്ളതാട്ടാ. ഇത് കൂടാണ്ടും കുറെ ഭക്ഷ്യവസ്തുക്കളും അതിലടങ്ങിയിട്ടുള്ള ആസിഡുകളൊക്കെ ഉണ്ട്. നമ്മളിത് SCRT ബേസിൽ പറയുകയാണെങ്കിൽ മോര്, പാല് ഇതിലൊക്കെ അടങ്ങിയേക്കണ ആസിഡ് ചോദിച്ചാൽ അത് ലാക്റ്റിക് ആസിഡ് ആണ് കേട്ടോ. മോരിലായാലും പാലിലായാലും, പാലും ചോദിക്കാറുണ്ട്. മോര്, പാല് ഇതിൽ രണ്ടിലും അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ്. ഓക്കെ, ഇത് വേണ്ടവരൊന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. മോര്, പാല് എന്നിൽ അടങ്ങിയിരിക്കുന്നത് ലാക്റ്റിക് ആസിഡ്. വിനാഗിരിയിലാണെങ്കിൽ അസെറ്റിക് ആസിഡ്, വിനാഗിരിയിലാണെങ്കിൽ അസെറ്റിക് ആസിഡ്. പുളിയിലാണെങ്കിൽ ടാർട്ടാറിക് ആസിഡ് ആണ്, ടാർട്ടാറിക് ആസിഡ്. നാരങ്ങ, ഓറഞ്ച് ആ വകയുള്ള സിട്രസ് ഫ്രൂട്ട്സ് ഇല്ലേ, അതിലൊക്കെ അടങ്ങിയിരിക്കുന്നത് സിട്രിക് ആസിഡ് ആണ് കേട്ടോ. ഓക്കെ, നാരങ്ങ, ഓറഞ്ച് അങ്ങനെയുള്ള സാധനങ്ങൾ. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന മാലിക് ആസിഡ്. അപ്പോ അത് ഭക്ഷ്യവസ്തുക്കളും അതിലടങ്ങിയിരിക്കുന്ന ആസിഡുകൾ ഏതാന്നൊക്കെ ചോദിക്കാറുണ്ട്. മോര്, പാല് എന്നിവയിലാണെങ്കിൽ ലാക്റ്റിക് ആസിഡ് ആണ്. വിനാഗിരിയിലാണെങ്കിൽ അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡും സിട്രിക് ആസിഡും തമ്മിൽ മാറിപ്പോയരുത്. അത് ഈ വിനാഗിരിയിൽ അടങ്ങിയത് അസറ്റിക് ആസിഡ് ആണ്. നാരങ്ങ ഒക്കെ നിങ്ങൾ ആലോചിച്ചാൽ മതി, സിട്രസ് ഫ്രൂട്ട്സിൽ ആലോചിച്ചാൽ മതി. അപ്പൊ സിട്രിക് ആസിഡ് തെറ്റിക്കരുത് കേട്ടോ. ആപ്പിളില് മാലിക് ആസിഡ്. പിന്നെ ഉറുമ്പ് കടിച്ചാൽ ഉണ്ടാവുന്ന ആസിഡ് നമുക്കറിയാം, അത് ഫോർമിക് ആസിഡ് ആണ് ഉണ്ടാവണത്. പിന്നെ സോഡ വാട്ടറിലൊക്കെ നമുക്കറിയാം കാർബോണിക് ആസിഡ്, കാർബൺ ഡൈ ഓക്സൈഡ് ലയിച്ചു ചേർന്നിട്ടാണല്ലോ ഉണ്ടാവണത്. അപ്പൊ ഒന്നും പറ്റിയില്ലെങ്കിൽ ഇത്രയും പഠിക്കാം. ഇതും കൂടി വേണമെങ്കിൽ നോക്കിക്കോ. തക്കാളി, അതേപോലെ നേന്ത്രപ്പഴം, ചുവന്നുള്ളി, ചോക്ലേറ്റ് ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡ് ആട്ടോ. അതും കൂടി വേണമെങ്കിൽ ഒന്ന് പഠിച്ചു വെച്ചേക്ക്. തക്കാളി, നേന്ത്രപ്പഴം, ചുവന്നുള്ളി, ചോക്ലേറ്റ് ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡ് കേട്ടോ. ഓക്സാലിക് ആസിഡ് ഇത്രയെങ്കിലും പഠിക്കുക. ഇത് SCRT-യിൽ ഉള്ളതാണ് കേട്ടോ. ഇനി ആസിഡുകൾക്ക് കുറച്ച് ഉപയോഗങ്ങളുണ്ട്, അതാണ് ഇനി പറയണത്. വിനാഗിരി, വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് നമ്മളിപ്പോ പറഞ്ഞു ഏതാ, അസറ്റിക് ആസിഡ് ആണെന്ന് പറഞ്ഞു. ഈ അസറ്റിക് ആസിഡ് നമുക്ക് അറിയാം ഇത് എന്തിനു ഉപയോഗിക്കണേ, അച്ചാറുകളിലും ഭക്ഷ്യവസ്തുക്കളിലൊക്കെ. അച്ചാറൊന്നും കേടാവാതിരിക്കാൻ അച്ചാർ ഇടുമ്പോൾ നമ്മൾ വിനാഗിരി ഒഴിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ഈ അച്ചാറുകളിലും മറ്റു ഭക്ഷ്യവസ്തുക്കളിലും ആ സാധനം കേടാവാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യണ സാധനമാണ് ഈ പറഞ്ഞ വിനാഗിരി. സിട്രിക് ആസിഡ് ഇതേപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതിരിക്കാനും പാനീയങ്ങളിലൊക്കെ ഉപയോഗിക്കണ, ഡ്രിങ്ക്സിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ പറഞ്ഞ സിട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അത് രാസവളം, പെയിന്റ്, ഡൈ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കണതാ. ടേബിൾ കാണുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നുന്നു വിചാരിക്കണ്ട. ഈ സാധനങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. നൈട്രിക് ആസിഡ് ഏത് ആസിഡ് ആണ് രാസവളം, പെയിന്റ്, ഡൈ തുടങ്ങിയവയിൽ ഉപയോഗിക്കണേന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എപ്പോഴും ചോദിക്കേണ്ടതാണ്, മോട്ടോർ വാഹനങ്ങൾ ബാറ്ററി ആയിട്ട് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാന്ന് ചോദിച്ചാൽ അത് സൾഫ്യൂരിക് ആസിഡ് ആണ്. പിന്നെ ടാനിക് ആസിഡ് യൂസ് ചെയ്യണത് മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണം. ഈ ടേബിൾ ഇമ്പോർട്ടന്റ് ആട്ടോ. വിനാഗിരി ഒക്കെ അച്ചാറുകളിലും മറ്റു ഭക്ഷ്യവസ്തുക്കളിലും, സിട്രിക് ആസിഡില് ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതിരിക്കാൻ, അതേപോലെ പാനീയങ്ങളില്. നൈട്രിക് ആസിഡില് നൈട്രിക് ആസിഡ് ഉപയോഗിക്കുന്ന രാസവളം, പെയിന്റ്, ഡൈ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന്. സൾഫ്യൂരിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളിൽ ബാറ്ററി ആയിട്ട്. ടാനിക് ആസിഡ് മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന്. ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ആസിഡുകളുടെ ഒക്കെ പേര് പഠിച്ചാ ക്ലിയർ ആണോ? ഓക്കെ, എന്നാ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ഭാഗത്തുനിന്ന് വന്നതാണ് കേട്ടോ. അത് ഗാദി ബോർഡ് LD-യുടെ പ്രിലിംസിന് വന്നേക്കണതാണ് കേട്ടോ. ചില ആസിഡുകളുടെ ഉപയോഗം താഴെ തന്നിരിക്കുന്നു, ഇവയിൽ തെറ്റായ ജോഡി കണ്ടെത്താനാണ് കേട്ടോ. സൾഫ്യൂരിക് ആസിഡ് സ്റ്റോറേജ് ബാറ്ററി ശരിയാണോ? വേം പറ. സൾഫ്യൂരിക് ആസിഡ് സ്റ്റോറേജ് ബാറ്ററി ശരിയാണോ? ഓപ്ഷൻ അതെന്താ തെറ്റായി? അത് ശരിയാണ് കേട്ടാ. സ്റ്റോറേജ് ബാറ്ററി എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടാ. മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയാണ് അവർ ഉദ്ദേശിക്കണത്, സ്റ്റോറേജ് ബാറ്ററി എന്ന് ഉദ്ദേശിക്കണത് കേട്ടാ. ഓക്കെ, അപ്പൊ അത് ശരിയാണ് ഓപ്ഷൻ. അടുത്തത് ടാനിക് ആസിഡ് മഷി, തുകൽ ഇവയുടെ നിർമ്മാണം. മഷി, തുകൽ ഇവയുടെ നിർമ്മാണം ടാനിക് ആസിഡ്.
ഓക്കെ. ടാനിക് ആസിഡ് ആണ് മഷി, തുകൽ ഇവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കണത്. ഇനി അടുത്തത് സിട്രിക് ആസിഡ് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ. സിട്രിക് ആസിഡ് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ ഉപയോഗിക്കാൻ. ശരിയാണ്. അടുത്ത ഓപ്ഷൻ അസെറ്റിക് ആസിഡ് രാസവസ്തുക്കളുടെ നിർമ്മാണത്തിന്. ശരിയോ തെറ്റോ? അസെറ്റിക് ആസിഡ് രാസവസ്തുക്കളുടെ നിർമ്മാണത്തിന്. പറയ്. അസെറ്റിക് ആസിഡ് രാസവസ്തുക്കളുടെ നിർമ്മാണത്തിനാണ് ഉപയോഗിക്കണേ? അല്ല. അസെറ്റിക് ആസിഡ് എന്തിനാ നമ്മൾ യൂസ് ചെയ്യണേ? വിനാഗിരി പോലെയുള്ള സാധനങ്ങളിലുള്ള ആസിഡ് ആണല്ലോ അസെറ്റിക് ആസിഡ്. അതെന്തിനാ യൂസ് ചെയ്യണേ? അച്ചാറുകളും മറ്റു ഭക്ഷ്യവസ്തുക്കളിലും യൂസ് ചെയ്യണ സാധനമാണ് ഈ പറഞ്ഞ അസെറ്റിക് ആസിഡ്. അപ്പൊ ആ ഓപ്ഷൻ തെറ്റാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഈ ടേബിൾ ഇമ്പോർട്ടന്റ് ആട്ടാ. ഇത് തന്നെ തിരിച്ചും മറിച്ചൊക്കെ കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് വരും, ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരും. ഓക്കെ, ഇനി അടുത്തത് അസെറ്റിക് ആസിഡും വിനാഗിരി സോഡിയം ബൈകാർബണേറ്റ്, അതായത് അപ്പക്കാരെന്ന് പറയുന്ന സാധനമാണ് സോഡിയം ബൈകാർബണേറ്റ് കേട്ടോ. സോഡിയം ബൈകാർബണേറ്റ്. നാലക്കുകാര് സോഡിയം കാർബണേറ്റ് ആണ് കേട്ടോ. ഇത് നമ്മൾ മുന്നേ പഠിച്ചോണ്ടെന്ന് തോന്നുന്നു. അസെറ്റിക് ആസിഡും അതേപോലെ സോഡിയം ബൈകാർബണേറ്റ് അപ്പക്കാരും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. അത് നമ്മൾ പറഞ്ഞിരുന്നു. ഒരു ആസിഡ് കാർബണേറ്റുമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വാതകം ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? ആസിഡുകൾ കാർബണേറ്റ് ആയിട്ട് പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞില്ലേ? അതാണിത്. അസെറ്റിക് ആസിഡ് സോഡിയം ബൈകാർബണേറ്റും തമ്മിൽ പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി ഉറുമ്പ് കടിക്കുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന ആസിഡ് ആണ് ഫോർമിക് ആസിഡ് കേട്ടോ. ആ ഒരു നീറ്റല് പോലത്തെ ഒരു ഇതില്ലേ, അത് ഈ ഉറുമ്പ് കടിക്കുമ്പോൾ ഫോർമിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുകൊണ്ടാണ് കേട്ടോ. ഇനി ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. കുറെ വട്ടം PSC ചോദിച്ച് വെറുപ്പിച്ചാണ് ഒരു പോയിന്റ് ആണ്. ആസിഡുകൾ പ്രവർത്തനശേഷി കൂടി ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കും, ആസിഡുകൾ ലോഹങ്ങളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ചോദിച്ചാൽ ഹൈഡ്രജൻ. അല്ലെങ്കിൽ ഇവിടെ ഫോർ എക്സാമ്പിൾ വേറെയാണ്, ഇങ്ങനെയും ചോദിക്കാം. സിങ്ക് നമുക്കറിയാലോ ഒരു ലോഹമാണ്. ഈ സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്താൽ ഉണ്ടാകുന്ന വാതകം ചോദിക്കും. ഇങ്ങനെ 3 രീതിയിൽ ചോദിക്കും. ആസിഡുകൾ ലോഹമായിട്ട് പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ചോദിക്കും. അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു ലോഹം തരും. ഇപ്പൊ ഇവിടെ സിങ്ക് ആണ് ഞാൻ കൊടുത്തേക്കണേ. സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇത് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ആസിഡ് ആണല്ലോ. അപ്പൊ ഒരു ലോഹം, ഇവിടെ ലോഹം എന്ന് പറയുന്നത് സിങ്ക്, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് ആസിഡ്. അപ്പൊ ഒരു ലോഹം ആസിഡ് ആയിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന വാതകം ഹൈഡ്രജൻ. അപ്പൊ ആസിഡുകൾ ലോഹങ്ങളായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വാതകം ചോദിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വാതകമൊക്കെ ചോദിക്കും. ഇങ്ങനെ പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ഒരു ആസിഡ് തന്മാത്രയ്ക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണമാണ് ആസിഡിന്റെ ബേസികത എന്ന് പറയുന്നത്. അതായത് എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. ബേസികത 1 ആയ ആസിഡ് ആണ് ഏക ബേസിക് ആസിഡ്. മൊണോ ബേസിക് ആസിഡിന് എക്സാമ്പിൾ ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, HNO. ഇതൊക്കെ ഇവിടെ നോക്കിയേ, ഈ HCl ഒക്കെ ഇവിടെ ഇപ്പൊ HNO3 ആണ് കേട്ടോ. ഇവിടെ HNO3 നൈട്രിക് ആസിഡ് ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇവിടെ ഹൈഡ്രജൻ എന്ന് പറയുന്നത്, സോറി, ഇത് HNO തന്നെയാണ് കേട്ടോ. സോറി. ഓക്കെ, അപ്പൊ ഇവിടെ ബേസികത 1 ആയ ആസിഡ് ഓക്കെ, ഇവിടെ HCl-ഉം HNO-യും ഇവിടെ ഹൈഡ്രജന്റെ എണ്ണം എന്ന് പറയുന്നത് ഒരേ ഒരു ഹൈഡ്രജനേ ഉള്ളൂ. ഓക്കെ, ഇവിടെ HCl ആയാലും HNO-യിലായാലും ആകെ ഒരു ഹൈഡ്രജനേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ ഏക ബേസിക് ആസിഡ് എന്ന് പറയുന്നത്. ഈ H2SO4 എന്ന് പറഞ്ഞ സൾഫ്യൂരിക് ആസിഡ് ആണ്. ഇവിടെ നോക്കിയാൽ 2 ഹൈഡ്രജൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ദ്വിബേസിക് ആസിഡ്, ഡൈബേസിക് ആസിഡ് എന്നൊക്കെ പറയുന്നത്. അതായത് ബേസികത 2 ആണ്. അപ്പൊ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്, താഴെ തന്നിരിക്കുന്നവയിൽ ബേസികത 1 ആയ ആസിഡ് കണ്ടുപിടിക്കുക. അപ്പൊ ഒന്നുമില്ല, ഒരു ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അത് ഏകബേസിക, 2 ഹൈഡ്രജൻ അവിടെ ഉണ്ടെങ്കിൽ അത് ഡൈബേസിക്. 3 ഇവിടെ H3PO4, ഇതിൽ 3 ഹൈഡ്രജൻ ഉണ്ട് അല്ലെ. H3 താഴെയായിട്ടാട്ടാ എഴുതണ്ടേ. ഞാൻ കുറെ നോക്കി, പക്ഷെ ഇങ്ങനെ തന്നെ വന്നു എഴുതാനായിട്ട്. കോപ്പി ചെയ്തിട്ടും കിട്ടിയില്ല. H3PO4-ലാണെന്നുണ്ടെങ്കിൽ 3 ഹൈഡ്രജൻ ആണ് ഇവിടെ വരണത് അല്ലെ. 3 ഹൈഡ്രജൻ ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ ത്രിബേസിക് ആസിഡ്, ട്രൈബേസിക് ആസിഡ് എന്ന് പറയുന്നത്.
അപ്പൊ ഏകബേസിക എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രജൻ, ദ്വിബേസിക എന്ന് പറഞ്ഞാൽ 2 ഹൈഡ്രജൻ ഉണ്ട് അവിടെ, ത്രിബേസിക എന്ന് പറഞ്ഞാൽ 3 ഹൈഡ്രജൻ. അതാണ് ഒരു ആസിഡ് തന്മാത്രയ്ക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണം. ഓക്കെ. ഇനി അസിഡിറ്റി, നമുക്കൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് അസിഡിറ്റി എന്ന് പറഞ്ഞ സാധനം. അതായത് നമ്മുടെ ആമാശയത്തില് ഉള്ള ഒരു ആസിഡാണ്, ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പൊ ബയോളജിയുടെ ഭാഗത്തു നിന്നൊക്കെ ചോദിക്കാം, മനുഷ്യന്റെ ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഓക്കെ. അപ്പൊ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ദഹനത്തെ സഹായിക്കുന്നതിന് വേണ്ടി ആമാശയത്തില് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാതിരിക്കുക, വേണ്ടത്ര വെള്ളം കുടിക്കാതിരിക്കുക, അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സുകൾ, അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ കഴിച്ചു കഴിയുമ്പോ, കുറെ കൊക്കക്കോള അങ്ങനത്തെ ഒക്കെ അനാവശ്യമായിട്ടുള്ള ആഹാരശീലങ്ങളൊക്കെ പിന്തുടർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആമാശയത്തില് ആസിഡിന്റെ അളവ്, ഇതൊക്കെ ഒരു കൃത്യമായ ഒരു സിസ്റ്റം ഉണ്ട്, അതിൽ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം. അപ്പൊ ആ ആസിഡിന്റെ അളവ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നമാണ് അസിഡിറ്റി എന്ന് പറഞ്ഞ അസുഖം. ഓക്കെ. അപ്പൊ ഈ അസിഡിറ്റി പരിഹരിക്കാൻ ഡോക്ടർമാർ എന്താ നിർദ്ദേശിക്കുക? അസിഡിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ആസിഡിന്റെ അംശം കുറയ്ക്കണം. അപ്പൊ ആൽക്കലി അടങ്ങിയ ഔഷധങ്ങളാണ് നമുക്ക് തരിക ഡോക്ടർമാര്. അപ്പം ഇത് ഇത് ഇവിടെ ഉള്ളതല്ല കേട്ടോ, സോറി. അപ്പൊ അങ്ങനെ കൊടുക്കണ സാധനത്തിനെയാണ് നമ്മൾ പറയുന്നത് അന്റാസിഡ്. അന്റാസിഡ് എന്ന് പറയുന്നത്, അതായത് ഈ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഔഷധങ്ങളെ പറയണ പേരാണ് അന്റാസിഡുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ആമാശയത്തിലെ ദഹന പ്രവർത്തനത്തെ സഹായിക്കുന്ന ആസിഡ് ചോദിച്ചത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്, ഞാൻ പറഞ്ഞു. ഈ ആസിഡ് അംശം വയറ്റിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്നിട്ട് ഈ പുളിച്ചത് കെട്ടല്, വയറരിച്ചിൽ, അങ്ങനത്തെ ഓരോ ഒന്നൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ അസിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ അൾസർ, ക്യാൻസർ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ ആമാശയത്തിലെ അസിഡിറ്റി കുറയ്ക്കാൻ നൽകുന്ന ഔഷധങ്ങളാണ് മെഡിസിൻസ് അന്റാസിഡ്. ഇത് എപ്പോഴും ചോദിക്കണതാണ് കേട്ടോ. അസിഡിറ്റി കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഔഷധം ഏതാന്ന് ചോദിച്ചാൽ അത് അന്റാസിഡുകളാണ് കേട്ടോ. പിന്നെ ആന്റിപൈറൈറ്റിസ് എന്താണ്, അതേപോലെ ആന്റിസെപ്റ്റിക് എന്താണ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അത് നമുക്ക് കെമിസ്ട്രി ഡെയിലി ലൈഫിന്റെ ബാക്കി ഭാഗം എടുക്കുമ്പോ ബാക്കി പറയാം. അന്റാസിഡ് എന്താണ്? അന്റാസിഡ് എന്ന് പറഞ്ഞാൽ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഔഷധമാണ് കേട്ടോ. ഇത് ഈ ആന്റി ഒക്കെ വെച്ചിട്ട് കുറെ ഇങ്ങനെ ആന്റിസെപ്റ്റിക്, ആന്റിപൈറൈറ്റിസ്, ആന്റാസിഡുകൾ, അങ്ങനെ ഒരുപാട് തരം സംഭവങ്ങളുണ്ട്. ഓക്കെ. ആന്റിബയോട്ടിക്, അപ്പൊ അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ അന്റാസിഡ് തൽക്കാലം പഠിക്കുക. അന്റാസിഡ് എന്ന് പറഞ്ഞാൽ ആമാശയത്തിലെ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി നൽകുന്ന ഔഷധങ്ങളാണ്. ഇനി വേറെ പിന്നെ പഠിക്കേണ്ടതാണ്, എന്നാലും ഞാൻ പറഞ്ഞുതരാം. ആന്റിബയോട്ടിക് നമുക്കറിയാലോ, ബാക്ടീരിയ അതിനെ നശിപ്പിക്കുക. ആന്റിസെപ്റ്റിക് നമുക്കറിയാം, നമ്മുടെ ഡെറ്റോള്, ഫീനോല് പോലെയുള്ള സാധനങ്ങൾ തറയൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഡെറ്റോളുകളൊക്കെ അതൊക്കെ യൂസ് ചെയ്യണത് ആന്റിസെപ്റ്റിക്കിനുമാണ്. അല്ലെങ്കിൽ നമ്മൾ മുറിവൊക്കെ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആന്റിസെപ്റ്റിക് ആയിട്ട് ഈ പറഞ്ഞ ഡെറ്റോള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യും. ഓക്കെ. പിന്നെ ആന്റിപൈറൈറ്റിസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതായത് നമ്മുടെ പാരസെറ്റമോൾ, പനിയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഓക്കെ. അത് നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പൊ ആമാശയത്തിലെ അസിഡിറ്റി കുറയ്ക്കുന്നതിന് നൽകുന്ന ഔഷധങ്ങൾ അന്റാസിഡുകൾ. ഇനി ഈ അന്റാസിഡുകളുടെ ഘടകങ്ങളാണ് കാൽസ്യം കാർബണേറ്റ്, അലുമിനിയം കാർബണേറ്റ്, അലുമിനിയം ഹൈഡ്രോക്സൈഡ്. അതായത് ഇതൊക്കെ ആൽക്കലി അടങ്ങിയതാണ്. ഈ അലുമിനിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ബൈകാർബണേറ്റ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം കാർബണേറ്റ്, അലുമിനിയം കാർബണേറ്റ്, ഇതൊക്കെ ഏറെക്കുറെ ഒക്കെ ആൽക്കലി കണ്ടന്റ് ഉള്ള സാധനമാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞു അത് അന്റാസിഡില് എന്താണ് ഉപയോഗിക്കണേ? ആൽക്കലി കണ്ടന്റ് ഉള്ള സാധനങ്ങളാണ്. അസിഡിറ്റി പരിഹരിക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നതാണ് ആൽക്കലി അടങ്ങിയ ഔഷധങ്ങളാണ്. അപ്പൊ ഈ ആൽക്കലി അടങ്ങിയ സാധനങ്ങളാണ് ഈ അന്റാസിഡിൽ ഉള്ളത് കേട്ടോ, ഉള്ളത്. ഇനി അടുത്തതാണ് ആസിഡ് റൈൻ. സൾഫർ ഡയോക്സൈഡ്, അതേപോലെ നൈട്രസ് ഡയോക്സൈഡ് അങ്ങനെയുള്ള വാതകങ്ങൾ ധാരാളമായി അന്തരീക്ഷ വായുവിലെത്തി മഴവെള്ളത്തിൽ ലയിച്ച ആസിഡുകളായി ഭൂമിയിൽ എത്തുന്നത് തന്നെയാണ് അമ്ലമഴ എന്നറിയാം. നമുക്കൊക്കെ അറിയണ സാധനമാണ് ആസിഡ് റെയിൻ. എന്താണ് ഈ താജ്മഹലിന്റെ നിറമങ്ങലിന് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസിഡ് റെയിൻ ആണെന്നൊക്കെ നമുക്കറിയാം. അപ്പൊ ഈ അമ്ലമഴ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കി വെക്കുക. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റിലൊക്കെ കയറി ചോദിക്കും. ഇലകളെ നശിപ്പിക്കുന്നത് കാരണം പ്രകാശ സംശ്ലേഷണത്തിലൂടെ അന്നജം നിർമ്മിക്കാനുള്ള കഴിവ് സസ്യങ്ങൾക്ക് ഇല്ലാതാകുന്നു. അപ്പൊ ഈ ആസിഡ് റെയിന്റെ ഒരു പ്രശ്നമാണ് ഇലകൾ നശിപ്പിക്കുന്നത് കാരണം ഫോട്ടോസിന്തസിസിലൂടെ അന്നജം നിർമ്മിക്കാനുള്ള കഴിവ് സസ്യങ്ങൾക്ക് ഇല്ലാണ്ടാവുന്നു. അതേപോലെ തന്നെ കഠിനമായ അമ്ലമഴ ഒരു ഭൂപ്രദേശത്തെ ഹരിതാപം അല്ലാതാക്കുന്നു. അവിടുത്തെ ചെടികളെയും മരങ്ങളെയും ഒക്കെ അത് ബാധിക്കും. ജലത്തിന് അമ്ലഗുണം ഉണ്ടാകുന്നതിനാൽ മത്സ്യങ്ങളുടെയും പവിഴപ്പുറ്റുകളുടെ ഒക്കെ നാശത്തിന് കാരണമാകും. ഇനി
ഇതിന് എടുക്കാവുന്ന മുൻകരുതലുകൾ ഫോസിൽ ഇന്ധനങ്ങളുടെ അമിത ഉപയോഗം കുറയുക, കൂടുതൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുക. ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് അവയിലെ സൾഫർ സംയുക്തങ്ങൾ പരമാവധി നീക്കം ചെയ്യുക. ഇതൊക്കെയാണ് ഇതിന്റെ പ്രതിവിധി. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ആസിഡുകളെ പറ്റി പഠിക്കാൻ പോവാം. മെയിൻ ആയിട്ട് സൾഫ്യൂരിക് ആസിഡിനെ പറ്റിയാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആണോ? എന്നാ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. സംഭരണ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് ചോദിച്ചത് ഇത് യൂണിവേഴ്സിറ്റി LGSന്റെ പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റ്യനാ. സംഭരണ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് പറയ്, ആൻസർ പറയ്. സൾഫ്യൂരിക് ആസിഡ് നമ്മൾ നേരത്തെ സ്റ്റോറേജ് ബാറ്ററിയിൽ നിന്ന് അതിന്റെ ഇംഗ്ലീഷ് പറഞ്ഞു അല്ലെ. സ്റ്റോറേജ് ബാറ്ററിയാണ് സംഭരണ ബാറ്ററി. അപ്പൊ ആ സംഭരണ ബാറ്ററിയിൽ അല്ലെങ്കിൽ മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിലൊക്കെ ഉപയോഗിക്കുന്ന സാധനം ഏതാ ആസിഡാന്ന് പറഞ്ഞത്? സൾഫ്യൂരിക് ആസിഡ്. ഒരുപാട് വട്ടം ചോദിച്ചാണ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ സൾഫ്യൂരിക് ആസിഡിനെയാണ് നമ്മൾ രാസവസ്തുക്കളുടെ രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ, അതേപോലെ ഓയിൽ ഓഫ് വിട്രിയോൾ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ പറഞ്ഞ സൾഫ്യൂരിക് ആസിഡിനെയാണ് കേട്ടോ. രാസവസ്തുക്കളുടെ രാജാവ്, അത് എപ്പോഴും ചോദിക്കണ ക്വസ്റ്റ്യൻ ആണ്. രാസവസ്തുക്കളുടെ രാജാവ് ആരാന്ന്? അത് സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, അപ്പൊ ഈ സൾഫ്യൂരിക് ആസിഡ് H2SO4 ആണ്. ഈ 4 ശരിക്കും താഴെയാണ് കണ്ടത് കേട്ടോ. ഓക്കെ, H2SO4 സൾഫ്യൂരിക് ആസിഡ് രാസവസ്തുക്കളുടെ രാജാവാണ്. ഓക്കെ, കിങ് ഓഫ് കെമിക്കൽസ്. ഇനി ഈ സൾഫ്യൂരിക് ആസിഡിന്റെ ഉപയോഗങ്ങൾ ഒരെണ്ണം പോലും വിടരുത്. ഇഷ്ടംപോലെ വട്ടം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നിർജ്ജലീകരണം, പിന്നെ മറ്റ് രാസവസ്തുക്കളുടെ നിർമ്മാണം, രാസവള നിർമ്മാണം, സ്ഫോടക വസ്തു നിർമ്മാണം, പെട്രോളിയം ശുദ്ധീകരണം, ഫൈബർ നിർമ്മാണം, പെയിന്റ് നിർമ്മാണം, ഇതിനൊക്കെ യൂസ് ചെയ്യണ സാധനമാണ് ഈ പറഞ്ഞ സൾഫ്യൂരിക് ആസിഡ് കേട്ടോ. ഓക്കെ, കിട്ടിയാ? നിർജ്ജലീകരണം, മറ്റ് രാസവസ്തുക്കളുടെ നിർമ്മാണം, രാസവള നിർമ്മാണം, സ്ഫോടക വസ്തു നിർമ്മാണം, പെട്രോളിയം ശുദ്ധീകരണം, ഫൈബർ നിർമ്മാണം, പെയിന്റ് നിർമ്മാണം. ഇനി ഒരു സാധനം കൂടി ഉണ്ട്, ഞാൻ എഴുതിയിട്ടില്ല. പാഴ്ജല ശുദ്ധീകരണത്തിനും സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യണുണ്ട് കേട്ടോ. പാഴ്ജല ശുദ്ധീകരണത്തിന്, പാഴ്ജല ശുദ്ധീകരണം. അപ്പൊ ഇതിനൊക്കെയാണ് മെയിൻ ആയിട്ട് സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യണത് കേട്ടോ. ഇനി ഈ സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്ന, ഇതും ചോദിക്കണതാണ്. സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയനെ പറയണ പേരാണ് കോണ്ടാക്ട് പ്രോസസ്സ്, സമ്പർക്ക പ്രക്രിയ എന്ന് മലയാളത്തിൽ പറയും കേട്ടോ. സൾഫ്യൂരിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയനെ പറയണ പേരാണ് സമ്പർക്ക പ്രക്രിയ അല്ലെങ്കിൽ കോണ്ടാക്ട് പ്രോസസ്. അതിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം, ഉൾപ്രേരകം അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സിനെ ഒന്ന് ഫാസ്റ്റ് ആക്കാൻ ചില കാറ്റലിസ്റ്റ് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും. അതായത് ആ റിയാക്ഷനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യണ കാറ്റലിസ്റ്റ് ഉണ്ട്, ഉൾപ്രേരകം ഉണ്ട്. ചിലത് അതിന്റെ സ്പീഡ് കൂട്ടണ ഉൾപ്രേരകം ഉണ്ട്. അപ്പൊ സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആണ് വനേഡിയം പെന്റോക്സൈഡ്. ഇതും എപ്പോഴും ചോദിക്കാറുണ്ട്. ഈ 2 പോയിന്റ് എപ്പോഴും ചോദിക്കണതാണ്. സൾഫ്യൂരിക് ആസിഡ് വ്യാവസായികമായിട്ട് ഉണ്ടാക്കുന്ന പ്രക്രിയനെ പറയണ പേര് സമ്പർക്ക പ്രക്രിയ. അതിലുപയോഗിക്കണ കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഉൾപ്രേരകത്തിന്റെ പേര് വനേഡിയം പെന്റോക്സൈഡ് കേട്ടോ. വനേഡിയം പെന്റോക്സൈഡ്. ഇനി ഈ സൾഫ്യൂരിക് ആസിഡിന്റെ കുറച്ച് ഭൗതിക ഗുണങ്ങളാണ്. ഈ സാധനത്തിന് നിറമില്ല, ഇതും പഠിക്കണേ. നിറമില്ലാത്ത സാധനമാണ്. വിസ്കോസിറ്റി താരതമ്യേന കൂടുതൽ. വിസ്കോസിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ വിസ്കോസിറ്റി കുറയും എന്നാണ് പറയാ. നമ്മുടെ തേനൊന്ന് ഒന്ന് ഒഴിച്ചു നോക്കുക. ഒരു നിലത്തോ ഫ്ലോറിലോ അല്ലെങ്കിൽ ഒരു ടേബിൾ മേ ഗ്ലാസ് എവിടെയെങ്കിലും തേനൊന്ന് ഒഴിച്ചു നോക്കിയേ. തേൻ കുറച്ച് പതുക്കിയാണ് അതൊന്ന് ഒഴുകുള്ളൂ. എന്നാ വെള്ളം ഒഴിച്ചു നോക്കിയേ, പച്ചവെള്ളം ഒഴിച്ചാൽ കുറച്ചും കൂടി തേനിനേക്കാൾ സ്പീഡിൽ ഒഴുകും. അപ്പൊ ആ ഒരു ഒഴുകണതിനുള്ള ആ ഒരു റെസിസ്റ്റിവിറ്റിനെയാണ് ഈ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഓരോ ലിക്വിഡിനും ഓരോ രീതിയിലായിരിക്കും വിസ്കോസിറ്റി. അപ്പൊ ഇവിടെ വിസ്കോസിറ്റി താരതമ്യേന കൂടുതലാണ് ഈ സൾഫ്യൂരിക് ആസിഡിന്. പിന്നെ നമുക്കറിയാം തീവ്രനാശമായിട്ടുള്ള സ്വഭാവം ഉണ്ട് അതിന്. ജലത്തിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്, ജലത്തിൽ ലയിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് സൾഫ്യൂരിക് ആസിഡിന്റെ ഗുണങ്ങൾ. നിറമില്ല, വിസ്കോസിറ്റി താരതമ്യേന കൂടുതലാണ്, തീവ്രനാശക സ്വഭാവമാണ്, ജലത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ്, ജലത്തിൽ ലയിക്കുന്നതാണ്.
ഇച്ചിരി ഫാസ്റ്റ് ആയി പോണ്ട. ഒരു ക്വസ്റ്റ്യൻ പറയട്ടെ, ഒരു ക്വസ്റ്റ്യൻ പറയാം, നിങ്ങൾ ഇതിന് ആൻസർ പറയണേ. ഇത് ചോദിച്ചത് 10th ലെവൽ പ്രിലിംസിന് ഒരു 10th ലെവൽ പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ് സൾഫ്യൂരിക് അമ്ലം അറിയപ്പെടുന്നത്. നമ്മുടെ നിത്യജീവിതത്തിലെ ഏതെല്ലാം സന്ദർഭങ്ങളിൽ സൾഫ്യൂരിക് അമ്ലം ഉപയോഗിക്കുന്നു? ഓപ്ഷൻ എ, രാസവളത്തിന്റെ നിർമ്മാണം. ശരിയോ തെറ്റോ? രാസവളത്തിന്റെ നിർമ്മാണം. ബാക്കിയുള്ളവരും കൂടി ഒന്ന് പറഞ്ഞേ, രാസവളത്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കണ്ടോ? ആകെ 3 ആളുള്ളൂ. ബാക്കിയുള്ളവരൊന്ന് റെസ്പോണ്ട് ചെയ്യ്. ഓക്കെ, അടുത്തത് മഷിയുടെ നിർമ്മാണം. മഷിയുടെ നിർമ്മാണം ഓപ്ഷൻ ബി. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓപ്ഷൻ ബി, മഷിയുടെ നിർമ്മാണം. മഷിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കണ്ട? ഇല്ല. മഷിയുടെ നിർമ്മാണത്തിന് അപ്പൊ ഉപയോഗിക്കണത് ഏതിനെയാണെന്നൊന്ന് പറഞ്ഞു തന്നാ. മഷിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കണത് ടാലിക് അല്ല, ടാനിക് ആസിഡ് കേട്ടോ. ടാനിക്, ടാനിക് ആസിഡ്. ഓക്കെ, അടുത്ത ഓപ്ഷൻ പാഴ്ജല ശുദ്ധീകരണം. പാഴ്ജല ശുദ്ധീകരണം. ഓക്കെ, പാഴ്ജല ശുദ്ധീകരണത്തിന് ഉപയോഗിക്കേണ്ട സൾഫ്യൂരിക് ആസിഡ്. ഇനി അടുത്തത് 4ാമത്തെ ഓപ്ഷന് ഭക്ഷണത്തിന്റെ ദഹനം. ഭക്ഷണത്തിന്റെ ദഹനം. ഭക്ഷണത്തിന് ദഹനത്തിന് നമ്മൾ യൂസ് ചെയ്യുന്നതല്ല, ഭക്ഷണത്തിന് ദഹനത്തിന് ആമാശയത്തിലുള്ളത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് അല്ലെ, HCl ആണ്. അപ്പോ 1ഉം 3ഉം ആണ് ശരി കേട്ടാ. ഇത് സ്റ്റേറ്റ്മെന്റില് ഓപ്ഷൻ എ 2ഉം 4ഉം, ഓപ്ഷൻ ബി 1ഉം 3ഉം, ഓപ്ഷൻ സി മുഴുവനും, ഓപ്ഷൻ ഡി 1ഉം 2ഉം അങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ആ പോയിന്റുകളൊക്കെ കൃത്യമായിട്ട് പഠിക്കാൻ പറയണേ കേട്ടോ. അതിൽ ആ ടേബിളൊക്കെ നന്നായിട്ട് പഠിക്കുക. ഇത് പല രീതിയിൽ പല ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഉപയോഗം അല്ലാത്തത് ഏത്, പിന്നെ അല്ലാണ്ട് ഇത് എവിടെയൊക്കെ ഉപയോഗിക്കണ, പല രീതിയിലും മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കണ ക്വസ്റ്റ്യനാണ്. ഇനി സൾഫ്യൂരിക് ആസിഡിന്റെ രാസഗുണങ്ങളാണ്. ഗാഢ സൾഫ്യൂരിക് ആസിഡ് ജലത്തിൽ ചേർക്കുന്ന പ്രവർത്തനം താപമോചകം. ഒന്നുമില്ല, ചില സാധനങ്ങളില് ഇപ്പൊ ഇവിടെ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് പുക പോലെ വരും, അല്ലെങ്കിൽ നമുക്ക് അത് ചൂട് അനുഭവപ്പെടും. കയ്യിലൊക്കെ തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൈയൊക്കെ പൊള്ളണ പോലെ വരും. അതായത് അവിടെ ഹീറ്റ് റിലീസ് ചെയ്യാണ് ചെയ്യുക. താപം പുറത്തേക്ക് വരണ പ്രവർത്തനത്തിനെയാണ് എക്സോതെർമിക് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ. എന്നാൽ ചില പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അവിടെ ഒരു തണുപ്പാണ് ഫീൽ ചെയ്യുക. അതിനെ നമ്മൾ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയുക. അതായത് അവിടെ തണവ് ഫീൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെ താപത്തെ ആഗിരണം ചെയ്യണോണ്ടാണ് നമുക്ക് ചില ഈ റിയാക്ഷൻസിന് തണവ് അനുഭവപ്പെടുന്നത്. അപ്പൊ ഇവിടെ സൾഫ്യൂരിക് ആസിഡ് ജലത്തിൽ ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവണ ഇതെന്ന് പറയുന്നത് താപമോചിക്കാണ്. അപ്പൊ അതായത് നമ്മൾ കൈയൊക്കെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊള്ളും, അത്രേ ഉള്ളൂ. ഇനി സൾഫ്യൂരിക് ആസിഡ് നേർപ്പിക്കുമ്പോൾ ജലത്തിലേക്ക് ആസിഡ് അല്പമായി ചേർത്തിളക്കണം. ഒരുമിച്ച് അങ്ങോട്ട് ഒഴിക്കാൻ പാടില്ല. വെള്ളം ഇങ്ങനെ കുത്തനെ ഒരുമിച്ച് അങ്ങോട്ട് കോരി ഒഴിക്കാൻ പാടില്ല. ആസിഡിലേക്ക് ജലം ചേർത്താൽ പ്രവർത്തനം താപമോചകമായതിനാൽ ആസിഡ് നമ്മുടെ ശരീരത്തിലേക്ക് തെറിക്കാനും പൊള്ളലുണ്ടാകാനും ഇടയും. അതാണ് പറഞ്ഞത്. ഈ പറഞ്ഞ സൾഫ്യൂരിക് ആസിഡ് ഡൈലൂട്ട് ചെയ്യുമ്പോൾ, നേർപ്പിക്കുമ്പോൾ അതിലേക്ക് വെള്ളം കുത്തനെ കോരി ഒഴിക്കാൻ പാടില്ല. കുറേശ്ശെ ചേർത്ത് ഇളക്കി അങ്ങനെ ഡൈലൂട്ട് ചെയ്ത് അങ്ങനെ ഒഴിക്കണം. അല്ലാണ്ട് ഒരുമിച്ച് എല്ലാം കൂടി കമിഴ്ത്തി കഴിഞ്ഞാൽ സാധനം മേത്തേക്ക് തെറിച്ചു കഴിഞ്ഞാൽ പൊള്ളും. കാരണം അത് എക്സോതെർമിക് റിയാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. അതായത് ഹീറ്റ് റിലീസ് ചെയ്യാണ് ചെയ്യുക. ഹീറ്റ് റിലീസ് ചെയ്യണ റിയാക്ഷൻസിന് നമ്മുടെ മേത്ത് നമുക്ക് പൊള്ളലേൽക്കാൻ സാധ്യതയുള്ളതാണ്. നിർജ്ജലീകരണ ഗുണം ഉള്ളതാണ്, രാസഗുണങ്ങളാണ്. ഇനി ഇവിടെ നോക്കിയ പഞ്ചസാരയുടെ തന്മാത്രാ സൂത്രമാണ് C12H22O11. അതായത് ഈ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കണതാണ്. പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതാണ്? ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇതാണ് ഈ പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ. ഇവിടെ കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഇനി പഞ്ചസാരയിലെ ഹൈഡ്രജന്റെയും ഓക്സിജന്റെ അനുപാതം 2:1.
അതൊന്നുമില്ല. ഹൈഡ്രജൻ ഇവിടെ 22 എണ്ണം ഉണ്ട്, ഓക്സിജൻ 11 എണ്ണം ഉണ്ട്. പ്രപ്പോർഷൻ എടുത്തു കഴിഞ്ഞാൽ 2:1 അല്ല കിട്ടുക. 22 ഹൈഡ്രജനും അതേപോലെ തന്നെ 11 ഓക്സിജനും. അപ്പൊ രണ്ടിലും കോമൺ ആയിട്ട് 11 പോകും അല്ലെ. അപ്പൊ എന്താ റേഷ്യോ കിട്ടുക? 2:1. അതാണ് പറയണത്. ഓക്കെ, ഇവിടെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 2:1. പദാർത്ഥങ്ങളിൽ രാസപരമായി സംയോജിച്ചിരിക്കുന്ന ജലത്തെ അല്ലെങ്കിൽ പദാർത്ഥങ്ങളിലെ ഹൈഡ്രജനെയും ഓക്സിജനും ജലത്തിലെ അതേ അനുപാതത്തിൽ ആഗിരണം ചെയ്യാൻ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇതാണ് നിർജ്ജലീകരണം. അതായത് ഈ പറഞ്ഞ സൾഫ്യൂരിക് ആസിഡ് ഒരു നിർജ്ജലീകാരിയാണെന്നാണ് പറയണത്. ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ഒന്നുമില്ല. അതായത് ചില റിയാക്ഷൻസിന് ഈ പറഞ്ഞ ജലത്തിന്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിൽ ഈ സൾഫ്യൂരിക് ആസിഡ് ചേർത്ത് കഴിഞ്ഞാൽ ആ വാട്ടർ വേപ്പറിനെ വലിച്ചെടുക്കാനുള്ള ഒരു ശക്തി ഈ പറഞ്ഞ സൾഫ്യൂരിക് ആസിഡിനുണ്ട്. പദാർത്ഥങ്ങളിൽ രാസപരമായി സംയോജിച്ചിരിക്കുന്ന ജലത്തെ, അതാണ് ഈ പറഞ്ഞത്, പദാർത്ഥങ്ങളിൽ രാസപരമായി സംയോജിച്ചിരിക്കുന്ന ജലത്തെ അല്ലെങ്കിൽ പദാർത്ഥങ്ങളിലെ ഹൈഡ്രജനെയും ഓക്സിജനെയും ജലത്തിലെ അതേ അനുപാതത്തിൽ ആഗിരണം ചെയ്യാൻ സൾഫ്യൂരിക് ആസിഡിന് കഴിയും. അതുകൊണ്ടാണ് ഈ നിർജ്ജലീകരണം എന്ന് പറഞ്ഞത്. ഇനി സൾഫ്യൂരിക് ആസിഡിന്റെ നിർജ്ജലീകരണ ഗുണം പ്രകടമാക്കുന്ന പ്രവർത്തനങ്ങളാണ് കോട്ടൺ തുണിയിൽ ഗാഢ സൾഫ്യൂരിക് ആസിഡ് വീഴ്ത്തുന്നത്, അതേപോലെ തന്നെ ഗ്ലൂക്കോസിലേക്ക് ഗാഢ സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുന്നത്, കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റലിലേക്ക് ഗാഢ സൾഫ്യൂരിക് ആസിഡ് തുള്ളി തുള്ളിയെ ചേർക്കുന്നത്. ഒന്നുമില്ല, അവിടെയുള്ള വൈപ്പർ കണ്ടന്റിനെ ഈ സൾഫ്യൂരിക് ആസിഡ് വലിച്ചെടുക്കും. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇതൊന്നും ചോദിച്ചിട്ട് കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ. ഇനി ശോഷകാഹാര ഗുണം. ഒരു പദാർത്ഥത്തോടൊപ്പം ഉള്ള ജലാംശം ആഗിരണം ചെയ്യാൻ കഴിയുന്ന, നേരത്തെ പറഞ്ഞ ഡ്രൈയിങ് ഏജന്റ് ആണ്. അത് തന്നെയാണ് ഈ പറഞ്ഞ ഈ കാര്യം പറഞ്ഞത്. അതായത് ക്ലോറിൻ, സൾഫർ ഡയോക്സൈഡ്, HCl നിർമ്മാണ വേളയിലൊക്കെ ഉപയോഗിക്കുന്ന ശോഷകാരകമാണ് ഗാഢ സൾഫ്യൂരിക് ആസിഡ്. അതിൻ്റെ ഉള്ളിലുള്ള വാട്ടർ വേപ്പറിന്റെ കണ്ടന്റിനെ വലിച്ചെടുക്കാനായിട്ട് ആർക്ക് പറ്റും? സൾഫ്യൂരിക് ആസിഡിന് പറ്റും. അതുകൊണ്ട് തന്നെ ഇതൊരു ഡീഹൈഡ്രേറ്റിംഗ് ഡ്രൈയിങ് ഏജന്റ് ആണ്, അല്ലെങ്കിൽ നിർജ്ജലീകരണ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ് എന്ന് പറയണത്. അത്രയും അറിഞ്ഞാൽ മതി. ബാഷ്പശീലമുള്ള ആസിഡുകളെ അവയുടെ ലവണങ്ങളിൽ നിന്ന് ആദേശം ചെയ്യാൻ ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ് മുതലായവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതും സൾഫ്യൂരിക് ആസിഡ് ആണ് കേട്ടോ. ഈ പറഞ്ഞ ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ് എന്നിവയുടെ നിർമ്മാണത്തിന് ഗാഢ സൾഫ്യൂരിക് ആസിഡ്, ഗാഢ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, ഡൈലൂട്ടഡ് എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യണതിനെയാണ് നമ്മൾ ഡൈലൂട്ടഡ് എന്ന് പറയുന്നത്. ഗാഢ സൾഫ്യൂരിക് ആസിഡ് ആണ് ഭയങ്കര ഡേഞ്ചറസ്. കുറച്ചും കൂടി പൊള്ളൽ കൂടുതൽ ഏൽക്കാനായിട്ട്, അതിന്റെ ആ പൊള്ളലിന്റെ തീവ്രത കൂടാൻ സാധ്യതയൊക്കെ ഉള്ളത് കോൺസെൻട്രേറ്റഡിനാണ്. മറ്റേ ഡൈലൂട്ടഡിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ സ്കൂളിൽ കെമിസ്ട്രി ലാബിലൊക്കെ നമുക്ക് കോൺസെൻട്രേറ്റഡ് അല്ല തരിക, ഡൈലൂട്ടഡ് ആയിട്ടുള്ളതേ തരുള്ളൂ. എന്ന് വെച്ചാൽ അതുകൊണ്ടും പൊള്ളലൊക്കെ ഏൽക്കും, ഇല്ല എന്നല്ല. പക്ഷെ മറ്റേന്റെ ഒപ്പം ഇല്ല, ചെറിയ മൈൽഡ് ആയിട്ടുള്ള സാധനം ഒരു പൊള്ളല്. സൾഫേറ്റ് ലവണങ്ങളെ തിരിച്ചറിയുന്ന വിധം ഇതൊന്നും നോക്കി വെച്ചേക്കണം. സൾഫേറ്റ് ലവണങ്ങളാണ് പണ്ട് കെമിസ്ട്രി ലാബിൽ സൾഫേറ്റ് ലവണങ്ങളെ തിരിച്ചറിയാനൊക്കെ ആയിട്ട് നമ്മൾ സോൾട്ട് അനാലിസിസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ സൾഫേറ്റ് ലവണങ്ങളാണെന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനായിട്ട് അതിലേക്ക് ബേരിയം ക്ലോറൈഡ് ചേർത്താൽ മതി. ഇത് മാത്രം പഠിച്ചാൽ മതി. സൾഫേറ്റ് ലവണങ്ങളെ തിരിച്ചറിയാനായിട്ട് അതിലേക്ക് എന്ത് ചേർക്കണം? ബേരിയം ക്ലോറൈഡ് ചേർത്താൽ മതി. അപ്പൊ ചേർത്ത് കഴിഞ്ഞാൽ കിട്ടണത് ബേരിയം സൾഫേറ്റ് ആയിരിക്കും. ഓക്കെ, ഇതിപ്പോ ഇവിടെ സോഡിയത്തിന്റെ സൾഫേറ്റ് ആണ്, അതിലേക്ക് ബേരിയം ക്ലോറൈഡ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ബേരിയം സൾഫേറ്റ് കിട്ടി, പിന്നെ NaCl കിട്ടി, ഉപ്പ് കിട്ടി. ഓക്കെ, അപ്പൊ സൾഫേറ്റ് ലവണങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആഡ് ചെയ്യണത് ബേരിയം ക്ലോറൈഡ് കേട്ടോ. അത് മാത്രം പഠിച്ചാൽ മതി. സൾഫേറ്റ് ലവണങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി ആഡ് ചെയ്യേണ്ടത് ബേരിയം ക്ലോറൈഡ്. അപ്പൊ കിട്ടാ ഈ ബേരിയം ക്ലോറൈഡ് സൾഫേറ്റ് ലവണമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കിട്ടണത് ബേരിയം സൾഫേറ്റ്. അതിന്റെ നിറം വെള്ള കേട്ടാ. ബേരിയം സൾഫേറ്റ് നേരത്തെ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ലയിക്കുന്നില്ല. അതൊന്നും പഠിച്ചില്ലെങ്കിലും സൾഫേറ്റ് ലവണങ്ങളെ തിരിച്ചറിയാൻ അതിലേക്ക് എന്ത് ആഡ് ചെയ്യണം? ബേരിയം ക്ലോറൈഡ് ചേർക്കുക. അപ്പൊ അത് എന്താവും? ബേരിയം സൾഫേറ്റ് ആയിട്ട് മാറി ഒരു വൈറ്റ് കളറിലുള്ള ഒരു പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ഇനി അടുത്തത് ആൽക്കലി. ഇത്രയും മനസ്സിലായോ? ആസിഡിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. കുറെ വട്ടം പറഞ്ഞതാണ്. പറയ്. ആരും പറയുള്ളല്ലോ. ഓക്കെ, ബാക്കിയുള്ളവരൊന്നും പറയോ? ഹൈഡ്രജൻ അല്ലെ. ഉറുമ്പ് കടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആസിഡിന്റെ പേര്. ഫോർമിക് ആസിഡ് കേട്ടോ, ഫോർമിക് ആസിഡ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, വനേഡിയം ആമാശയത്തിലെ ആസിഡ്, അത് നമ്മൾ പറഞ്ഞതാണ്. ആമാശയത്തിലെ ആസിഡ്. ഓക്കെ. സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയയുടെ പേര്. ബാക്കിയുള്ളവരും കൂടി പറയ്. കോണ്ടാക്ട് പ്രോസസ്, അല്ലെങ്കിൽ മലയാളത്തില് സമ്പർക്ക പ്രക്രിയ അല്ലെ. സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം. സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന വനേഡിയം പെന്റോക്സൈഡ് കേട്ടോ, പെന്റോക്സൈഡ്. വനേഡിയം പെന്റോക്സൈഡ് V2O5 കേട്ടോ. ഓക്കെ, അടുത്തതാണ് ആൽക്കലി. ജലീയ ലായനിയിൽ ഹൈഡ്രോക്സൈഡ് OH- അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥത്തിനെയാണ് ആൽക്കലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെയാണെന്നുണ്ടെങ്കിൽ ആസിഡിലാണെങ്കിൽ H+ അയോണുകളാണ്, ഇവിടെയാണെങ്കിൽ OH- അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥത്തിനെയാണ് ആൽക്കലി എന്ന് പറയുക. ഇവിടെ ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ എന്താക്കും? നീലയാക്കും. ആസിഡിലാണെങ്കിൽ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കും. ഏതെങ്കിലും ഒന്ന് പഠിക്കുക കേട്ടോ. ഇവിടെയാണെങ്കിൽ ചുവന്ന ലിറ്റ്മസിനെ നീല കളറാക്കണ പദാർത്ഥമാണ് ആൽക്കലി. പിന്നെ നമുക്കറിയാം കാരരുചി, വഴുവഴുപ്പ് ഉള്ളതൊക്കെ ഈ പറഞ്ഞ ആൽക്കലിക്കാണ്. സോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരണത് ആൽക്കലി ഇതിലാണ്. അപ്പൊ കാരരുചിയും വഴുവഴുപ്പുള്ളതുമായ പദാർത്ഥങ്ങളാണ് ആൽക്കലി. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, നിറം മാറ്റത്തിലൂടെയും ആസിഡുകളുടെയും ആൽക്കലിയുടെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ എന്നൊക്കെ പറയാം. ഈ സൂചകങ്ങളായിട്ട് നമ്മൾ മഞ്ഞള്, ചെമ്പരത്തി പൂവ്, ബീട്രൂട്ട് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ആഡ് ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ പഴംപൊരി ഉണ്ടാക്കുമ്പോ നമ്മൾ ചിലവര് കളർ കിട്ടാൻ വേണ്ടി കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്യും. അതിന്റെ കൂടെ ചിലവര് കുറച്ചും കൂടി വീർക്കാൻ വേണ്ടിയിട്ട് സോഡാപ്പൊടി ആഡ് ചെയ്യും. അപ്പൊ എന്തുണ്ടാവുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്ക് എന്തുണ്ടാവുന്നു. ഓക്കെ, അപ്പൊ ഈ സൂചകങ്ങളായിട്ട് ഉപയോഗിക്കാവുന്ന സസ്യഭാഗങ്ങളാണ് മഞ്ഞള്, ചെമ്പരത്തി പൂവ്, ബീട്രൂട്ട് ഒക്കെ കേട്ടോ. ലോഹ ഓക്സൈഡുകൾ പൊതുവെ കാണിക്കുന്ന സ്വഭാവമാണ് ബേസിക് സ്വഭാവം. അതായത് ഏതെങ്കിലും ഒരു ലോഹത്തിന്റെ ഓക്സൈഡുകൾ അത് പൊതുവെ ബേസിക് സ്വഭാവമായിരിക്കും കാണിക്കുക. ലോഹ ഓക്സൈഡുകൾ പൊതുവെ കാണിക്കുന്ന സ്വഭാവം ബേസിക് സ്വഭാവമാണ്. ഇനി ഇത് ഇമ്പോർട്ടന്റ് ആണ്. ജലത്തിൽ ലയിക്കുന്ന ബേസുകളെ നമ്മൾ പറയുന്ന പേരാണ് ആൽക്കലി. ജലത്തിൽ ലയിക്കുന്ന ബേസുകളെ പറയുന്ന പേരാണ് ആൽക്കലി. അതിന് എക്സാമ്പിൾ ആണ് സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്. ഈ പറഞ്ഞ OH കണ്ടു കഴിഞ്ഞാൽ അത് ആൽക്കലിയുടെ വകുപ്പിൽ വരണതാണ് കേട്ടോ. ഈ ബേസ് എന്ന് പറഞ്ഞ സാധനമാണ് ഈ പറഞ്ഞ NaOH, OH ഫങ്ഷണൽ ഗ്രൂപ്പ് വരണത്, ഹൈഡ്രോക്സൈഡ് ഗ്രൂപ്പുകൾ വരണത്. അപ്പൊ ലോഹ ഓക്സൈഡുകൾ, അതാണ് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞത്. ലോഹ ഓക്സൈഡുകൾ പൊതുവെ കാണിക്കുന്ന സ്വഭാവം ചോദിച്ചില്ലേ, അത് ബേസിക് സ്വഭാവം. ഇവിടെ സോഡിയം ഒരു ലോഹാണെന്ന് നിങ്ങൾക്കറിയാം, അതിന്റെ ഓക്സൈഡുകൾ ഹൈഡ്രോക്സൈഡ്, അതാണ് ഇപ്പൊ ഇതെന്ന് പറഞ്ഞ NaOH എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പൊ ഈ സോഡിയം പൊട്ടാഷ്യം ഒക്കെ ഒരു ലോഹമാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ലോഹ ഓക്സൈഡുകൾ പൊതുവെ കാണിക്കുന്ന സ്വഭാവം ചോദിച്ചാൽ അത് ബേസിക് സ്വഭാവമാണ്. ഇനി ജലത്തിൽ ലയിക്കുന്ന ബേസുകളെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ആൽക്കലി എന്ന് പറയാം. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ബേസുകളും ആൽക്കലികളല്ല. കാര്യം എല്ലാ ബേസുകളും ആൽക്കലി അല്ല എന്ന് പറയാൻ കാരണം എല്ലാതും ജലത്തിൽ ലയിക്കണം എന്ന് നിർബന്ധം ഇല്ല. അങ്ങനെ ജലത്തിൽ ലയിക്കാത്ത ബേസുകളാണ് ഈ അലുമിനിയത്തിന്റെ ഹൈഡ്രോക്സൈഡ്, അതേപോലെ കോപ്പറിന്റെ ഹൈഡ്രോക്സൈഡ് ഒക്കെ. ഇത് ബേസുകളാണ്, പക്ഷെ ഇത്
ആൽക്കലി എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ, ഇത് ജലത്തിൽ ലയിക്കില്ല. അപ്പൊ ജലത്തിൽ ലയിക്കാത്ത ബേസുകൾ എക്സാമ്പിൾ ചോദിച്ചാൽ ഏതാ, അലുമിനിയത്തിന്റെ ഹൈഡ്രോക്സൈഡും കോപ്പറിന്റെ ഹൈഡ്രോക്സൈഡും. ജലത്തിൽ ലയിക്കുന്ന ബേസുകളെ നമ്മൾ പറയണ പേരാണ് ആൽക്കലി. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തേക്ക് പോട്ടെ. ആൽക്കലിയുടെ ഉപയോഗമാണ് സോപ്പ് നിർമ്മിക്കാനാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഈ സോപ്പിൽ ഉപയോഗിക്കണ അതൊക്കെ നമ്മൾ കെമിസ്ട്രിയും ഡെയിലി ലൈഫിൽ പറയാട്ടെ, ഏത് ഹൈഡ്രോക്സൈഡ് ആണ് ഉപയോഗിക്കണേന്നൊക്കെ. ഡിറ്റർജന്റ്, സെറാമിക് ഉൽപ്പന്നങ്ങൾ അതിന്റെയൊക്കെ നിർമ്മാണത്തിന് ഉപയോഗിക്കും. വ്യവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. മലിനജല ശുദ്ധീകരണത്തിനൊക്കെ യൂസ് ചെയ്യണ സാധനമാണ് ആൽക്കലി എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് സോപ്പ്, ഡിറ്റർജന്റിനാണ് കേട്ടോ. ഇതെന്തായാലും പഠിക്കണേ. കോസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് കേട്ടോ. കാസ്റ്റിക് സോഡ അല്ലെങ്കിൽ കോസ്റ്റിക് സോഡ എന്നൊക്കെ അറിയപ്പെടുന്നത് സോഡിയത്തിന്റെ ഹൈഡ്രോക്സൈഡ് ആണ്. അതിനെ പറയുന്ന പേര് രാസസൂത്രം NaOH കേട്ടോ. ഇങ്ങനെ ചോദിക്കാറുണ്ട്, കോസ്റ്റിക് സോഡ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് എന്താണ്? അപ്പൊ കോസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ്, ഇവിടെ തന്നെ ഉണ്ട് സോഡ, ലാസ്റ്റ് ടൈം സോഡയാണ്. അപ്പൊ സോഡിയം ഹൈഡ്രോക്സൈഡ്. മിൽക്ക് ഓഫ് ലൈം എന്ന് അറിയപ്പെടുന്നത് കാൽസ്യത്തിന്റെ ഹൈഡ്രോക്സൈഡ്. മിൽക്ക് ഓഫ് ലൈം ആണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഇനി കാസ്റ്റിക് പൊട്ടാഷ് എന്നറിയപ്പെടുന്ന പൊട്ടാസ്യത്തിന്റെ ഹൈഡ്രോക്സൈഡ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കോസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ്, കാസ്റ്റിക് പൊട്ടാഷ് പൊട്ടാസ്യത്തിന്റെ ഹൈഡ്രോക്സൈഡ്, മിൽക്ക് ഓഫ് ലൈം എന്ന് പറയുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? നിങ്ങൾ പറഞ്ഞേ, കാസ്റ്റിക് പൊട്ടാഷ് എന്നറിയപ്പെടുന്നത് ഏതാ? കാസ്റ്റിക് പൊട്ടാഷ് എന്നറിയപ്പെടുന്നത് പൊട്ടാഷ്യത്തിന്റെ ഹൈഡ്രോക്സൈഡ് കേട്ടോ. KOH എന്ന് എഴുതുമ്പോ ക്യാപിറ്റൽ എഴുതിക്കോളൂ. ഓക്കെ, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോ ഒരു ഫീൽഡ് വർക്കറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. വേഗം ആൻസർ പറഞ്ഞു. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിന്റെ പേരാണ് മാലിക് ആസിഡ്. മാലിക് ആസിഡ് കേട്ടോ. ഇനി അടുത്തതാണ് ന്യൂട്രലൈസേഷൻ എന്താണെന്നാണ് പറയണത്. അതായത് ആസിഡും ആൽക്കലിയും കൂടി ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവണ സാധനം എന്ന് പറഞ്ഞാൽ ലവണവും ജലവും ഉണ്ടാവണത്. ഓക്കെ, അപ്പൊ ആസിഡും ആൽക്കലിയും നിശ്ചിത അളവിൽ കൂടി ചേരുമ്പോൾ ആസിഡിന്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ നഷ്ടപ്പെടുകയും ലവണവും ജലവും ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പൊ ആസിഡും ആൽക്കലിയും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടണത് ഏതെങ്കിലും ഒരു സോൾട്ടും കിട്ടും, അതിന്റെ തന്നെ ഏതെങ്കിലും ഒരു സോൾട്ട് കിട്ടും, പിന്നെ ജലമാണ് കിട്ടുക. ഇപ്പൊ ഹൈഡ്രോക്ലോറിക് ആസിഡ് അതായത് HCl, സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH, ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാവും? സോഡിയം ക്ലോറൈഡ്, ഉപ്പും ജലവും ആണ് ഉണ്ടാവണത്. അപ്പൊ ഇത് ചോദിക്കാറുണ്ട്, ആസിഡും ആൽക്കലിയും കൂടി റിയാക്ട് ചെയ്താൽ എന്താ ഉണ്ടാവുക? സോൾട്ടും വാട്ടറും, ഏതെങ്കിലും ഒരു ഉപ്പും വാട്ടറും ആണ് ഉണ്ടാവുക. ഇനി ഈ ആസിഡും ആൽക്കലിയും കൂടി കമ്പൈൻ ചെയ്ത് ഈ പറഞ്ഞ സോൾട്ടും വാട്ടറുമായിട്ട് ഫോം ചെയ്യണ പ്രക്രിയയുടെ പേരാണ് നിർവരീകരണം അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ. അതും ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി ആസിഡ് സ്വഭാവമുള്ള മണ്ണില് ആൽക്കലി സ്വഭാവമുള്ള കുമ്മായം ചേർക്കുന്നത് എന്തിനാണ്? അതായത് കേരളത്തിൽ കൂടുതൽ കാണപ്പെടുന്ന മണ്ണിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ആസിഡ് സ്വഭാവമാണ്. നമ്മള് അത് മണ്ണൊക്കെ ടെസ്റ്റ് ചെയ്യാനൊക്കെ പറയില്ലേ നമ്മള്, അത് ടെസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള സാധനങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കുറവുള്ള സാധനങ്ങൾ നികത്താൻ. അപ്പൊ കേരളത്തിലെ പൊതുവെ മണ്ണിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ആസിഡ് സ്വഭാവം. അപ്പൊ ഈ ആസിഡ് സ്വഭാവമുള്ള മണ്ണിനെ അതിന്റെ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അസിഡിറ്റി അതിന്റെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മണ്ണിലുള്ള ആസിഡിന്റെ കണ്ടന്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചേർക്കുന്ന സാധനമാണ് കുമ്മായം. അപ്പൊ അതിന്റെ ആസിഡിന്റെ വീര്യം നഷ്ടപ്പെടുത്തും. മണ്ണിന്റെ ഈ ആസിഡ് സ്വഭാവം നിർവീര്യമാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് കുമ്മായം. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ.
ആസിഡ് സ്വഭാവമുള്ള മണ്ണില് ചേർക്കണത് എന്താന്ന്? അത് കുമ്മായാണ് ചേർക്കാണ് കേട്ടോ. ഇനി അടുത്തതാണ്, ഇതും എപ്പോഴും ചോദിക്കണതാണ്. എന്താണ് ആംഫോട്ടറിക് ഓക്സൈഡുകൾ എന്ന് പറഞ്ഞ സാധനം? ആംഫോട്ടറിക് ആസിഡുകൾ എന്ന് പറഞ്ഞു ആംഫോട്ടറിക് ഓക്സൈഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡിന്റെയും ബേസിന്റെയും സ്വഭാവം കാണിക്കുന്ന ലോഹ ഓക്സൈഡുകളാണ് ആംഫോട്ടറിക് ഓക്സൈഡ് എന്ന് പറയുന്നത്. ഒരേ സമയം തന്നെ ആസിഡിന്റെ സ്വഭാവം കാണിക്കും, ബേസിന്റെ സ്വഭാവം കാണിക്കും. അതിനെ പറയണ പേരാണ് ആംഫോട്ടറിക് ഓക്സൈഡുകൾ. ഈ പറഞ്ഞ ആംഫോട്ടറിക് ഓക്സൈഡുകൾക്ക് ആസിഡുമായിട്ടും ബേസുമായിട്ടും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ സാധിക്കും. അതിന് എക്സാമ്പിൾ ചോദിക്കാറുണ്ട് എപ്പോഴും. അലുമിനിയത്തിന്റെ ഓക്സൈഡ്, അതേപോലെ സിങ്കിന്റെ ഓക്സൈഡ്, Al2O3യും സിങ്ക് ഓക്സൈഡും. ഈ രണ്ട് എക്സാമ്പിൾ എന്തായാലും പഠിക്കണം. Al2O3യും സിങ്ക് ഓക്സൈഡ്, അതായത് അലുമിനിയത്തിന്റെ ഓക്സൈഡും സിങ്കിന്റെ ഓക്സൈഡും. ഈ രണ്ടിന്റെയും പ്രത്യേകത അവരെ പറയണ പേരാണ് ആംഫോട്ടറിക് ഓക്സൈഡ്. അതായത് ആസിഡിന്റെയും ബേസിന്റെയും സ്വഭാവം കാണിക്കുന്നത് കൊണ്ടാണ് അതിനെ ആംഫോട്ടറിക് ഓക്സൈഡ് എന്ന് പറയാം. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ആസിഡും ബേസും പ്രവർത്തിച്ച് പരസ്പരം ഗുണം ഇല്ലാതാകുന്ന രാസപ്രവർത്തനത്തിനെ പറയണ പേരാണ് നിർവരീകരണ പ്രവർത്തനങ്ങൾ, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. NaOH എന്ന് പറഞ്ഞ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്, പ്ലസ് HCl എന്ന് പറഞ്ഞ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അതായത് NaOH എന്ന് പറയുന്നത് ഒരു ബേസ് ആണ്, HCl എന്ന് പറയുന്നത് ആസിഡ് ആണ്. ഇത് രണ്ടും കൂടി റിയാക്ട് ചെയ്താൽ കിട്ടണത് NaCl, ഉപ്പും അതേപോലെ തന്നെ വാട്ടറും. നേരത്തെ ഇവിടെ തന്നതിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ അത്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോണത് pH മൂല്യം. ആംഫോട്ടറിക് ഓക്സൈഡ് ഒക്കെ മനസ്സിലായില്ലേ എന്താന്ന്? ആസിഡിന്റെയും ആൽക്കലിയുടെയും അത് ചോദിക്കാറുള്ളതാണ് കേട്ടോ ആംഫോട്ടറിക് ഓക്സൈഡ്. താഴെ തന്നിരിക്കുന്നവയിൽ ആംഫോട്ടറിക് ഓക്സൈഡിന് എക്സാമ്പിൾ ഏതാണ് എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ OAക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞതല്ല, അതിന് 2021 OAക്ക് ചോദിച്ചിട്ടുണ്ട്. CPOന്റെ എക്സാമിന് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. LDക്ക് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആംഫോട്ടറിക് ഓക്സൈഡിന് എക്സാമ്പിൾ എപ്പോഴും ചോദിക്കും കേട്ടോ. അലുമിനിയത്തിന്റെ ഓക്സൈഡ് Al2O3, അതേപോലെ സിങ്ക് ഓക്സൈഡ്. ക്ലിയർ ആയോ? ആംഫോട്ടറിക് ഓക്സൈഡ് ക്ലിയർ ആയില്ലേ? ന്യൂട്രലൈസേഷൻ ക്ലിയർ ആയില്ലേ? അടുത്തേക്ക് പോട്ടെ. ക്ലിയർ അല്ലേ? പൊക്കോട്ടെ, ആരൊന്നും പറയണില്ലല്ലോ. ഓക്കെ, പതുക്കെ പഠിച്ചാൽ മതി കേട്ടോ. എല്ലാം കൂടി കണ്ട് ടെൻഷൻ ഒന്നും ആവണ്ട. പതുക്കെ പഠിച്ചു പോവാ കേട്ടോ. റിവൈസ് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന്. അടുത്തതാണ് pH മൂല്യം. ഈ pH മൂല്യം നമ്മുടെ കഴിഞ്ഞ തൃശ്ശൂർ LDക്ക് ചോദിച്ചിട്ടുണ്ടായി. അതിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ OAക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കയറി ചോദിക്കുന്ന സാധനമാണ് pH മൂല്യം. പദാർത്ഥങ്ങളുടെ ആസിഡ് ബേസ് സ്വഭാവം കണ്ടുപിടിക്കുന്നതിനുള്ള ശാസ്ത്രീയ മാർഗമാണ് pH മൂല്യം നിർണ്ണയിക്കൽ. ആസിഡ് ആണോ ബേസ് ആണോ എന്ന് അതിന്റെ സ്വഭാവം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് pH മൂല്യം. ഈ pH മൂല്യം കണക്കാക്കാൻ ഒരു സ്കെയിൽ ഉണ്ട്, അതാണ് pH സ്കെയിൽ. അത് ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് സോറൻസൺ. ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. pH സ്കെയിൽ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞന്റെ പേര് സോറൻസൺ. ഇനി ലായനിയിലെ H+ അയോണിന്റെ ഗാഢത അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തിയതാണ് pH സ്കെയിൽ. ഇനി ഇതല്ല കേട്ടോ, സോറി. pH സ്കെയിലിലെ മൂല്യങ്ങൾ 0 മുതൽ 14 വരെയാണ് കേട്ടോ. pH സ്കെയിലിലെ മൂല്യങ്ങൾ എന്ന് പറയുന്നത് 0 മുതൽ 14 വരെയാണ് pH സ്കെയിലിലെ മൂല്യം എന്ന് പറയുന്നത്. ഇനി pH സ്കെയില് പ്രകാരം നിർവീര്യ ലായനിയുടെ മൂല്യം 7, അതായത് ശുദ്ധജലം എന്ന് പറയാനായിട്ട് ഓക്കെ. അപ്പൊ നിർവീര്യ ലായനിയുടെ ലയം ശുദ്ധജലത്തിന് ശരിക്കും 7 കറക്റ്റ് ഒന്നും വരില്ല, 6 അടുത്തൊക്കെ വരുള്ളൂ. ഓക്കെ, അപ്പൊ pH സ്കെയിൽ പ്രകാരം നിർവീര്യ ലായനിയുടെ pH മൂല്യം 7 കേട്ടോ. ഇനി ഇതാണ് കഴിഞ്ഞ OAക്ക് ചോദിച്ചത്. pH സ്കെയിൽ പ്രകാരം ആസിഡുകളുടെ pH മൂല്യം എപ്പോഴും 7 കുറവ്. അതായത് pH സ്കെയിലിൽ 0 മുതൽ 14 വരെയാണ് വാല്യൂസ് ഉള്ളത്. 7 താഴെ, 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർവീര്യ ലായനിയാണ്. 7 താഴെയാണെങ്കിൽ അത് ആസിഡും, 7 കൂടുതലാണെങ്കിൽ അത് ബേസും ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. pH സ്കെയിൽ പ്രകാരം ആസിഡ് ആണെങ്കിൽ pHന്റെ വാല്യൂ 7 കുറവാണ്. കൃത്യമായിട്ട് പഠിക്കുക. നമുക്ക് എക്സാം ഹാളിലൊക്കെ ഇരിക്കുമ്പോൾ കൺഫ്യൂഷൻ വരും. 7 കൂടുതലാണോ 7 കുറവാണോ ആസിഡ്, അങ്ങനെയൊക്കെ കൺഫ്യൂഷൻ വരും. അപ്പൊ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒന്ന് പഠിക്കുക, അല്ലെങ്കിൽ വൃത്തിക്ക് പഠിക്കുക. അപ്പൊ 7 കുറവാണെങ്കിൽ അത് ആസിഡും, 7 കൂടുതലാണെങ്കിൽ അത് ബേസും ആണ്.
ഇനി ശുദ്ധമായ ജലത്തിന് നിർവീര്യ സ്വഭാവമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. കുടിവെള്ളമായിട്ട് നമുക്ക് കിട്ടണതിന് ഒരു 6.5 മുതൽ 7.5 വരെ, അങ്ങനെ 7 കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു റൗണ്ട് ഫിഗർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് സാധാരണ കുടിവെള്ളമായിട്ട് നമുക്ക് കിട്ടുന്ന ജലത്തിന്റെ pH. ശുദ്ധജലത്തിന്റെ pH ശരിക്കും 7 ആണ് വേണ്ടത്. ഇനി ഇത് pH മീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കണത്, ആ pH സ്കെയില്. ഓക്കെ. ഇനി pH മീറ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പ്രോബ്. ഇനി ഇതില് pH മൂല്യം കുറെ എണ്ണത്തിന്റെ ചോദിക്കാറുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പഠിക്കാൻ പറ്റുന്നവര് അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ ഇത്രയും എണ്ണത്തിന്റെ സാധനമെങ്കിലും പഠിക്കുക കേട്ടോ. പാലിന്റെ pH 6.4 അല്ലെങ്കിൽ 6.8 എന്ന് പറയുന്നത് ചില NCERT ടെക്സ്റ്റിൽ 6.8 ആണ് കൊടുക്കാറ്. PSCയുടെ PSC കൊടുത്തതിന്റെ ആൻസർ 6.4 ആണ്. നമ്മുടെ SCERTയിലൊക്കെ 6.4 ആണ് കേട്ടോ. പാലിന്റെ pH മൂല്യം 6.4 ആണ്. ജലത്തിന്റെ നമ്മൾ പറഞ്ഞു ഇപ്പൊ 7 ആണെന്ന്. യൂറിന്റെ 6 ആണ്. രക്തത്തിന്റെ 7.4. ഇത് എപ്പോഴും ചോദിക്കണതാണ് കേട്ടോ. രക്തത്തിന്റെയും ഉമിനീരിന്റെ ഒക്കെ pH മൂല്യം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് പഠിച്ചാൽ മതി. യൂറിനാണെങ്കിൽ 6, ഉമിനീരാണെങ്കിൽ 6.4, രക്താണെങ്കിൽ 7.4. ഒന്ന് ഓർഡറിൽ അങ്ങോട്ട് പഠിച്ചാൽ മതി. യൂറിൻ 6, ഉമിനീര് 6.4, ബ്ലഡ് 7.4. എല്ലാം മനുഷ്യന്റെ ബോഡിയിലുള്ളതാണല്ലോ. പിന്നെ ജലത്തിന്റെ നമുക്കറിയാം 7. പാലിന്റെയും ഉമിനീരിന്റെയും സെയിം pH ആണ് 6.4 കേട്ടോ. ഓക്കെ. അപ്പൊ ഇതിന്റെ pH മൂല്യം എന്തായാലും പഠിക്കണം. 7 താഴെയാണെന്നുണ്ടെങ്കിൽ അത് ആസിഡ് ആണ്. 7 കൂടുതലാണെങ്കിൽ അത് ആൽക്കലി ആണ് കേട്ടോ. ഇനി ഇതാണ് കഴിഞ്ഞ എൽഡിക്ക് ചോദിച്ചത്. കാർഷിക വിളകളെ സ്വാധീനിക്കുന്ന മണ്ണിന്റെ പ്രധാന ഗുണമാണ് pH മൂല്യം. അധിക വിളകൾക്കും പൊതുവെ യോജിച്ച മണ്ണിന്റെ pH മൂല്യം എന്ന് പറയുന്നത് 6.5 മുതൽ 7.2 വരെയാണ്. 6.5 മുതൽ 7.2 വരെയാണ് സാധാരണ അധിക വിളകൾക്കും യോജിക്കുക. പക്ഷെ ക്യാരറ്റ്, ക്യാബേജിന് 7 മുതൽ 8 വരെയാണ് pH വരിക കേട്ടോ. അപ്പൊ ക്യാരറ്റ്, ക്യാബേജുകൾക്ക് അനുയോജ്യമായ pH മൂല്യം 7.8. എനിക്ക് കഴിഞ്ഞതിന് മാർക്ക് പോയതാ, കാര്യം ഇതിലെ ഏതാണെന്ന് കൺഫ്യൂഷൻ ആയിപ്പോയി. 6.5 മുതൽ രണ്ട് ഓപ്ഷനും ഉണ്ടായിരുന്നു, വായിച്ചിട്ട് കുറെ കാലമായി അപ്പൊ മറന്നുപോയി. 6.5 മുതൽ 7.2 വരെയാണെങ്കിൽ അധിക വിളകൾക്കും പൊതുവെ യോജിച്ച മണ്ണിന്റെ pH മൂല്യമാണ്. ക്യാരറ്റ്, ക്യാബേജിനാണെങ്കിൽ 7 മുതൽ 8 വരെയായിരുന്നു. ഇനി ഉരുളക്കിഴങ്ങ് പോലെയുള്ള വിളകൾക്കാണെങ്കിൽ അത് 5 അടുത്ത pH മൂല്യമാണ്. SCERTയിലുള്ളതാണ്, ചോദിച്ചിട്ടുമുണ്ട്, അതുകൊണ്ട് പഠിക്കുക. അധിക വിളകൾക്കും പൊതുവെ യോജിച്ച pH മൂല്യം 6.5 മുതൽ 7.2 വരെയാണ്. ക്യാരറ്റ്, ക്യാബേജ് തുടങ്ങിയ വിളകൾക്കാണെങ്കിൽ 7 മുതൽ 8 വരെയായിരിക്കും. ഉരുളക്കിഴങ്ങ് പോലെയുള്ള വിളകൾക്കാണെങ്കിൽ 5 അടുത്ത pH മൂല്യമായിരിക്കും കേട്ടോ. നമ്മൾ പറഞ്ഞതാണ് ലവണത്തിന്റെ കാര്യം. കുറച്ച് ലവണങ്ങൾ തന്നിട്ട് ഇത് ഞാനിവിടെ ഫില്ല് ചെയ്ത് തരാം കേട്ടോ, നോട്ട് തരുമ്പോ തരാം. കറിയുപ്പ് എന്ന് പറഞ്ഞ സാധനത്തിന് നമ്മൾ പറയുന്ന പേരാണ് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് ഇത് യൂസ് ചെയ്യണത് ശീതമിശ്രിത നിർമ്മാണത്തിന് യൂസ് ചെയ്യും. ഇത് ചോയ്സ് ഉണ്ട് കേട്ടോ. ശീതമിശ്രിത നിർമ്മാണത്തിന് യൂസ് ചെയ്യണത് ഏതാന്ന് നിങ്ങൾക്ക് എക്സാമ്പിള് ഇങ്ങനെ ഉപ്പിട്ട് കഴിഞ്ഞ ഐസിന്റെ മുകളിൽ അത് ഒന്ന് ഉരുകാനൊക്കെ ഇതാവില്ലേ, അങ്ങനെ ആലോചിച്ച് വെക്കുക. കറിയുപ്പ്, സോഡിയം ക്ലോറൈഡ് ശീതമിശ്രിത നിർമ്മാണത്തിന് യൂസ് ചെയ്യും. ഇന്ദുപ്പിനെയാണ് നമ്മൾ പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന് പറയണത്, അത് വളനിർമ്മാണത്തിന് യൂസ് ചെയ്യും. തുരിശ് ഒരു നീല കളറ് ടാർപോളിന്റെ കളറുള്ള ഒരു സാധനത്തിനെയാണ്, ക്രിസ്റ്റൽ ഫോമിലിരിക്കുന്ന സാധനമാണ് തുരിശ്. അതിനെ പറയുന്ന പേരാണ് കോപ്പർ സൾഫേറ്റ്. സാധനം യൂസ് ചെയ്യണത് കുമിൾനാശിനിയായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞ സാധനം. അപ്പക്കാരം നമ്മുടെ യൂസ് ചെയ്യണ സാധനം തന്നെ. ഇത് പഠിക്കുക. സോഡിയം ബൈകാർബണേറ്റ് ആണോ കാർബണേറ്റ് ആണോ തെറ്റാണ്ട് പഠിക്കുക. സോഡിയം ബൈകാർബണേറ്റ് ഞാൻ ഓർക്കാൻ പഠിച്ചാണ്. അപ്പൊ നല്ല ബൈ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചാൽ മതി. ഓക്കെ. അപ്പൊ അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റ് ഇത് യൂസ് ചെയ്യുക. ബേക്കിംഗ് പൗഡർ, അഗ്നിശമനിയിലൊക്കെ യൂസ് ചെയ്യണം. അലക്കുകാരം സോഡിയം കാർബണേറ്റ് ആണ് കേട്ടോ. സോഡിയം കാർബണേറ്റ് ആണ്. അത് ഗ്ലാസ് നിർമ്മാണം, സോപ്പ് നിർമ്മാണത്തിനൊക്കെ യൂസ് ചെയ്യും. പിന്നെ അലക്ക് സോപ്പ് നിർമ്മാണത്തിന് യൂസ് ചെയ്യണതാണ്. ജിപ്സം കാൽസ്യം സൾഫേറ്റ് ആണ്. സിമന്റ് നിർമ്മാണം, പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ നിർമ്മാണത്തിനൊക്കെ യൂസ് ചെയ്യണത് ജിപ്സ് ആണ് കേട്ടോ. അപ്പൊ കറിയുപ്പ് ശീതമിശ്രിത നിർമ്മാണത്തിന്, ഇന്ദുപ്പ് വളം നിർമ്മാണത്തിന്, കോപ്പർ സൾഫേറ്റ് തുരിശ് എന്ന് പറഞ്ഞ സാധനം കുമിൾനാശിനിയായിട്ട്, അപ്പക്കാരം
അപ്പകാരം സോഡിയം ബൈകാർബണേറ്റ് ആണ്. ബേക്കിംഗ് പൗഡറിനും അഗ്നിശമനയിലും ഒക്കെ യൂസ് ചെയ്യും. അലക്കുകാരം സോഡിയം കാർബണേറ്റ് ആണ്. ഗ്ലാസ് നിർമ്മാണം, സോപ്പ് നിർമ്മാണം ഒക്കെ. ജിപ്സം എന്ന് പറയുന്നത് കാൽസ്യം സൾഫേറ്റ് ആണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ നിർമ്മാണത്തിനൊക്കെ യൂസ് ചെയ്യണത് ജിപ്സ് ആണ്. ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം, ഈ പി എച്ചിന്റെ ഭാഗത്തുനിന്ന് വന്നത് കേട്ടോ. മനുഷ്യന്റെ ഉമിനീരിന്റെ പി എച്ച് മൂല്യം എത്രയാണ്? ഇത് ചോദിച്ചത് വിമൻസിന്റെ CPOയിൽ ചോദിച്ചതാണ് കേട്ടോ. പറഞ്ഞേ. മനുഷ്യ ഉമിനീരിന്റെ പി എച്ച് മൂല്യം. കിട്ടാത്തവര് വിഷമിക്കൊന്നും വേണ്ട, പതുക്കെ വായിച്ച് വായിച്ച് പഠിച്ചാൽ മതി. ഒറ്റയടിക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലിരിക്കുള്ളൂ. അതൊന്നും വിഷമിക്കണ്ട കേട്ടോ. ഓക്കെ, കിട്ടിയാ? ഓക്കെ, ഇനി അടുത്തത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നേക്കണ ക്വസ്റ്റ്യൻ ആണ്. ഇത് CPO മെയിൻസിന് വന്നേക്കണതാണ് കേട്ടോ. നിങ്ങൾ ആലോചിച്ച് പറയാ. താഴെ കൊടുത്തിട്ടുള്ള പദാർത്ഥങ്ങളിൽ pH മൂല്യം 7 കൂടുതലുള്ളത് ഏതിനാണെന്ന്. ഒന്ന് ഓപ്ഷൻ എ മനുഷ്യ ഉമിനീര്, ഓപ്ഷൻ ബി മനുഷ്യ രക്തം, ഓപ്ഷൻ സി നാരങ്ങ നീര്, ഓപ്ഷൻ ഡി ദഹനരസം. ആലോചിച്ച് പറഞ്ഞേ. കിട്ടിയ? ഒന്നുകൂടി ഓപ്ഷൻ വായിക്കാം. മനുഷ്യ ഉമിനീര്, മനുഷ്യ രക്തം, നാരങ്ങ നീര്, ദഹനരസം. കിട്ടിയ ആൻസർ? ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്തേ. മനുഷ്യന്റെ ഉമിനീരിന്റെ pH വാല്യൂ എത്രയാന്ന്? നമ്മളിപ്പോ പറഞ്ഞാണ്, എന്നാലും ഒന്നും കൂടി പറയും. രണ്ടുമൂന്ന് വട്ടം ടൈപ്പ് ചെയ്യുമ്പോൾ മനസ്സിൽ പതിക്കും. ഉമിനീരിന്റെ, മനുഷ്യന്റെ ഉമിനീരിന്റെ ഉമിനീരിന്റെ 6.4 ആണ് അല്ലെ? 6.4 ആണ് ഉമിനീര്. ബ്ലഡിന്റെയോ? ബ്ലഡ് 7.4. ഉമിനീരാണെങ്കിൽ 6.4, ബ്ലഡ് ആണെങ്കിൽ 7.4. അപ്പൊ തന്നെ കിട്ടി pH 7 കൂടുതൽ വരണത് ബ്ലഡ് ആണെന്ന്. ഇനി അത് മനസ്സിലാവാത്തവർക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോവാ. ഓപ്ഷൻ സി കൊടുത്തേക്കണം നാരങ്ങാനീരും, ഓപ്ഷൻ ഡി ദഹനരസമാണ്. അതായത് നമുക്കറിയാം നാരങ്ങാനീര് എന്ന് പറഞ്ഞ സാധനവും ദഹനരസം എന്ന് പറഞ്ഞ സാധനവും രണ്ടും ആസിഡ് ആണ്. 7 കൂടുതലായ pH വാല്യൂ 7 കൂടുതൽ എന്ന് ചോദിച്ചാൽ തന്നെ നമുക്കറിയാം അത് ആൽക്കലി ആണ് ഈ ചോദിക്കണേന്ന്. അപ്പൊ തന്നെ നമുക്ക് അതിൽ നാരങ്ങാനീരും ദഹനരസവും വെട്ടാം. കാരണം എന്താ? നാരങ്ങാനീരായാലും ദഹനരസായാലും രണ്ടും ആസിഡ് ആണ്. വാല്യൂ 7 കുറവാണ് വരിക. ഇത് ഇങ്ങനെ ലോജിക്കലി ചോദിച്ചാൽ മതി. അല്ല, ലോജിക്കായിട്ട് ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഓക്കെ, അടുത്തത് വന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞതാണ്. ക്യാരറ്റ്, ക്യാബേജ് തുടങ്ങിയ വിളകൾക്ക് അനുയോജ്യമായ pH മൂല്യം. ക്യാരറ്റ്, ക്യാബേജ് തുടങ്ങിയ വിളകൾക്ക് അനുയോജ്യമായ pH മൂല്യം 7 മുതൽ 8 വരെ അല്ലെ? 7 മുതൽ 8 വരെ. ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്കോ? ഉരുളക്കിഴങ്ങ് പോലെയുള്ള വിളകൾക്ക് 5 അടുത്തൊരു മൂല്യം. 5 അടുത്തൊരു മൂല്യം കേട്ടാ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത് VEOയിൽ വന്നതാണ് കേട്ടോ, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ. അതിൽ വന്നതാണ് VEOയിൽ. ഒരു ലായനിയിലേക്ക് ഒരു ആസിഡ് ചേർക്കുമ്പോൾ ലായനിയുടെ pH മൂല്യം, ഒരു ലായനിയിലേക്ക് ആസിഡ് ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ലായനിയുടെ pH മൂല്യത്തിൽ എന്ത് മാറ്റാണ് ഉണ്ടാവുക എന്നാണ്. ഓപ്ഷൻ എ കൂടുന്നു, ഓപ്ഷൻ ബി കുറയുന്നു, ഓപ്ഷൻ സി ആദ്യം കൂടുകയും പിന്നെ കുറയുകയും ചെയ്യുന്നു, ഓപ്ഷൻ ഡി മാറ്റം വരുന്നില്ല. ഒന്നുകൂടി ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ കൂടുന്നു,
പി എച്ച് മൂല്യം ഒരു ലായനിയിലേക്ക് ഒരു ആസിഡ് ചേർത്ത് കഴിഞ്ഞാൽ പി എച്ച് മൂല്യത്തിന് എന്ത് മാറ്റാണ് ഉണ്ടാവാന്ന്? ഓപ്ഷൻ എ കൂടുന്നു, ഓപ്ഷൻ ബി കുറയുന്നു, ഓപ്ഷൻ സി ആദ്യം കൂടും പിന്നെ കുറയും, ഓപ്ഷൻ ഡി മാറ്റം വരുന്നില്ല. എന്തിട്ടാ തോന്നണേ? ആർക്കും കിട്ടണില്ല ആൻസർ? ബാക്കിയുള്ളവരുടെ ആൻസർ പറയാം. അപ്പൊ പറയാം. ആസിഡ് ചേർത്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഒരു ലായനിയിലേക്ക് ഒരു ലായനിയിലേക്ക് ആസിഡ് ചേർത്ത് കഴിഞ്ഞാൽ പി എച്ച് വാല്യൂവിന് എന്ത് പറ്റും? പി എച്ച് വാല്യൂ കുറയും. കാര്യം ആസിഡ് ആണല്ലോ ചേർത്ത്. ആസിഡിന്റെ പി എച്ച് വാല്യൂ എന്ന് പറഞ്ഞാൽ 7 കുറവാണല്ലോ. അപ്പൊ ലായനിയുടെ പി എച്ച് മൂല്യം കുറയാണ് ചെയ്യുക കേട്ടോ. വന്ന ക്വസ്റ്റ്യൻ ആണേ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. ഇത് ഞാൻ സ്ലൈഡിൽ എഴുതിയിട്ടില്ല, നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ചോട്ടാ. നിങ്ങൾ ബയോളജി പഠിക്കുമ്പോഴൊക്കെ പഠിക്കും, അതുകൊണ്ടാണ് ഞാൻ പിന്നെ മെൻഷൻ ചെയ്യാതിരുന്നത്. നിത്യേന അസഡിക് സ്വഭാവമുള്ളതും ആൽക്കലി സ്വഭാവമുള്ളതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാറുണ്ടെങ്കിലും രക്തത്തിന്റെ പി എച്ച് സ്ഥിരമായി നിൽക്കാൻ കാരണം രക്തം ഒരു ഡാഷ് ലായനിയാണ്. അറിയോ നിങ്ങൾക്ക് ആൻസർ? ഓപ്ഷൻ എ ഐഡിയൽ ലായനി, ഓപ്ഷൻ ബി അതിപൂരിത ലായനി, ഓപ്ഷൻ സി പൂരിത ലായനി, ഓപ്ഷൻ ഡി ബഫർ ലായനി. അറിയോ ആൻസർ? നമ്മുടെ ഈ പൂരിതവും അതിപൂരിതവും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ, പണ്ട് പഠിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് ആൻസർ ഒന്ന് ഗസ് ചെയ്യും. ബാക്കിയുള്ളവരൊന്ന് പറഞ്ഞേ. ബഫർ സൊല്യൂഷൻ. ബ്ലഡ് എവിടെയെങ്കിലും എഴുതി വെക്കാം അറിയില്ലാത്തവര്. ബ്ലഡ് ഒരു ബഫർ സൊല്യൂഷൻ ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഈ പറഞ്ഞ പി എച്ച് മാറില്ലാത്തത്. അതായത് ഈ ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ അളവിലൊക്കെ ബേസ് ആഡ് ചെയ്താലും ആസിഡ് ആഡ് ചെയ്താലും അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവുള്ളതിനെയാണ് ഈ ബഫർ സൊല്യൂഷൻ എന്ന് പറയാ കേട്ടോ. ചെറിയ അളവില് ആസിഡ് അല്ലെങ്കിൽ ചെറിയ അളവിലൊക്കെ ആസിഡ് ഒക്കെ ഉണ്ടാകുന്ന ചേഞ്ചസിനെ പ്രതിരോധിക്കാനായിട്ട് കഴിവുള്ള സൊല്യൂഷനെ പറയണ പേരാണ് ബഫർ സൊല്യൂഷൻ. ബ്ലഡ് ഒരു ബഫർ സൊല്യൂഷൻ ആണ് കേട്ടോ. ഇത് പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. രക്തം ഒരു ഡാഷ് സൊല്യൂഷൻ ആണ്, ഇതിനു മുന്നും ചോദിച്ചിട്ടുണ്ട്. ബഫർ സൊല്യൂഷൻ ആണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് നിങ്ങളൊരു നോട്ട്ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് സാധനത്തിന്റെ പി എച്ച് മൂല്യം പറയും. ഇത് ശരിക്കുള്ള പി എച്ച് അല്ല, ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന പി എച്ച് മൂല്യമാണ്. ഇതിൽ നിന്ന് ഓപ്ഷന്റെ ആൻസർ പറയണേ. എവിടെയെങ്കിലും സൈഡിൽ എഴുതി വെക്കാം ഈ വാല്യൂസ്. കുറച്ച് വസ്തുക്കൾ പറയാം. ഒരു ടേബിൾ ആയിട്ടാ തന്നേക്കണം, അതുകൊണ്ടാണ് കേട്ടോ. ഇത് ചോദിച്ചത് ഒരു LGSന് ചോദിച്ചേക്കണതാണ് കേട്ടോ. വസ്തു തന്നിട്ട് അതിന്റെ പി എച്ച് മൂല്യം തന്നിട്ട്. ഇത് ശരിക്കുള്ള പി എച്ച് മൂല്യം അല്ല കേട്ടോ. ചാരം നിങ്ങൾ സൈഡിൽ എഴുതി വെക്കുക. ചാരം തന്നേക്കണ പി എച്ച് മൂല്യം 5. തേയില ചാരത്തിന്റെ 5 തന്നേണേ. തേയിലയുടെ 4 തന്നേക്കണേ. കുടിവെള്ളം തന്നേക്കണത് 8. സോപ്പ് 11 തന്നേക്കണേ. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ കേട്ടോ, തേയില ആൽക്കലി സ്വഭാവം കാണിക്കും. ഈ വാല്യൂസ് നോക്കിയിട്ട് പറഞ്ഞേ. ഓപ്ഷൻ എ തേയില ആൽക്കലി സ്വഭാവം കാണിക്കും. ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ പറ. എവിടെയെങ്കിലും വാല്യൂസ് എഴുതി വെക്കുക, എന്നിട്ട് ഞാൻ ചോദിക്കണതിന്റെ ആൻസർ പറയാ കേട്ടോ. ചാരത്തിന്റെ പി എച്ച് തന്നെയാണ് 5. തേയില പി എച്ച് തന്നെയാണ് 4. കുടിവെള്ളം 8 തന്നെയാണ്. സോപ്പ് 11 തന്നെയാണ്. ഓപ്ഷൻ എ തേയില ആൽക്കലി സ്വഭാവം കാണിക്കും. ബാക്കിയുള്ളവരും പറയ്. കഴിഞ്ഞ ഇത്ര പേരെ റിപ്ലൈ തന്നുള്ളൂ. ഓക്കെ. അപ്പൊ തേയിലയുടെ പി എച്ച് മൂല്യം ഇവിടെ തന്നേക്കണത് 4. അതായത് 7 താഴെയാണെന്നുണ്ടെങ്കിൽ ആസിഡ് ആണ് കാണിക്കാന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ഓപ്ഷൻ എ തെറ്റല്ലേ? തേയില ആൽക്കലി സ്വഭാവം കാണിക്കും. ആൽക്കലി സ്വഭാവം കാണിക്കണമെങ്കിൽ 7 കൂടുതലുള്ള വാല്യൂ ആയിരുന്നു തരേണ്ടിയിരുന്നത്. അപ്പൊ അത് തെറ്റാണ്. അടുത്തത് കേട്ടോ, ഓപ്ഷൻ ബി കുടിവെള്ളം ആൽക്കലി സ്വഭാവം കാണിക്കും. ശരിയോ തെറ്റോ? ഈ തന്നേക്കണ വാല്യൂ അനുസരിച്ച്. കുടിവെള്ളം നമ്മൾ പറഞ്ഞു. ശുദ്ധജലം ഒരു എന്താ പറയാ, നിർവീര്യ ലായനിക്ക് എക്സാമ്പിൾ ആണ് 7. ഇത് ഇവിടെ തന്നേണ വാല്യൂ വെച്ചിട്ടാണ് ഈ പറയണ കേട്ടാ. കുടിവെള്ളം ആൽക്കലി സ്വഭാവം കാണിക്കും. ശരിയാണോ ഈ തന്നേക്കണ സ്റ്റേറ്റ്മെന്റ്? ഈ ഇതനുസരിച്ച്
ശരിയാണ്. കാരണം എന്താ, ഇവിടെ കുടിവെള്ളത്തിന്റെ pH തന്നേക്കണത് 8 7 കൂടുതലായി കഴിഞ്ഞാൽ അതിനെ നമ്മൾ പറഞ്ഞു ആൽക്കലി സ്വഭാവമാണ് കാണിക്കുക. അതുകൊണ്ട് ഈ ഓപ്ഷൻ ശരിയാണ്. അടുത്തത് ട്ടോ, ഓപ്ഷൻ സി, ചാരം ആൽക്കലി സ്വഭാവം കാണിക്കും. ശരിയോ തെറ്റോ? ചാരം ആൽക്കലി സ്വഭാവം കാണിക്കും. ആ, ശരിയാണ്. നിങ്ങൾ പറഞ്ഞ ആൻസർ ശരിയാണ്. കാര്യം ചാരത്തിന്റെ pH വാല്യൂ എന്നാണത് 5 അപ്പൊ ഇവിടെ നമ്മൾക്കറിയാം 7 താഴെയാണെന്നുണ്ടെങ്കിൽ അത് ആസിഡ് സ്വഭാവമാണ് കാണിക്കുക. തന്നാണ് സ്റ്റേറ്റ്മെന്റ് ചാരം ആൽക്കലി സ്വഭാവം കാണിക്കുക. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്തത് ഓപ്ഷൻ ഡി, സോപ്പ് ആസിഡ് സ്വഭാവം കാണിക്കും. സോപ്പ് ആസിഡ് സ്വഭാവം കാണിക്കും. ശരിയോ തെറ്റോ? തെറ്റാണ്. കാര്യം ഇവിടെ സോപ്പിന്റെ pH വാല്യൂ തന്നേക്കണം 11 7 കൂടുതലാണെങ്കിൽ ആൽക്കലിയാണ് തരേണ്ടത്. ആൽക്കലിയാണ് വരണ്ടേ. അപ്പൊ ഇവിടെ തന്നാണ് ഓപ്ഷൻ തെറ്റാണ്. സോപ്പ് ആസിഡ് സ്വഭാവം കാണിക്കുമെന്നാണല്ലോ തന്നാണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയില്ലേ? ഈ pHന്റെ അവിടുന്ന് ഈ തന്നേക്കണ pHകളുടെ വാല്യൂസ് പഠിക്കുക. 7 താഴെയാണെങ്കിൽ ആസിഡ് ആണെന്ന് പഠിക്കുക. 7 കൂടുതലാണെങ്കിൽ ആൽക്കലി ആണെന്ന് പഠിക്കുക. 0 മുതൽ 14 വരെയാണ് pHന്റെ റേഞ്ച് പഠിക്കുക. പിന്നെ ഇങ്ങനെയുള്ള കുറെ കൊനിഷ്ഠ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ അതൊക്കെ പഠിക്കുക. പിന്നെ ഈ ആസിഡിന്റെ pH മൂല്യത്തെ സൂചിപ്പിക്കുന്ന pH ലെസ് ദാൻ 7 എന്നാണോ ആ സൈൻ ഇട്ടിട്ട് ചോദിക്കും. ഗ്രേറ്റർ ദാൻ 7 ആണോ, അത് ഞാൻ ഇന്നത്തെ പരീക്ഷയിൽ ഇടാം കേട്ടോ. എല്ലാം അങ്ങനെ പറഞ്ഞു തരില്ല. അപ്പൊ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഇടാം. ഓക്കെ, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ ഇത് നന്നായിട്ട് പഠിക്കുക. ക്ലിയർ അല്ലേ? ഒരു ചെറിയ പോർഷനും കൂടി വേണമെങ്കിൽ കെമിസ്ട്രി ആൻഡ് ഡെയിലി ലൈഫിന്റെ ഒരു ചെറിയ പോർഷൻ, അതും കൂടി ഒന്ന് നോക്കാം. കാണുന്നുണ്ടാ? കാണുന്നുണ്ടാ? സ്ലൈഡ് മാറിയ സ്ലൈഡ് കാണുന്നുണ്ടാ? കാണുന്നില്ലേ? ഓക്കെ 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 ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ടാവും അല്ലേ? ഇപ്പൊ കാണുന്നില്ലേ? ഓക്കെ, ആ ഓക്കെ ഓക്കെ. നമ്മൾ ഒരു കാര്യം പഠിക്കണുള്ളൂ. പോളിമർ എന്താണ്, മൊണോമർ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. കുറച്ചുണ്ട്. അപ്പൊ പോളിമർ അനേക ലഘു തന്മാത്ര, അതായത് മൊണോമറുകൾ ചേർന്നാണ് പോളിമറുകൾ ഉണ്ടാവുക. അത് ആദ്യം പഠിക്കാം. മൊണോമറുകൾ ചേർന്നാണ് പോളിമർ ഉണ്ടാവുക. ഈ ഗ്ലൂക്കോസ് മൊണോമറുകൾ ചേർന്നുണ്ടാവുന്ന സാധനമാണ് അന്നജം. അമിനോ ആസിഡ് മൊണോമറുകൾ ചേർന്നുണ്ടാവുന്ന പോളിമർ ആണ് പ്രോട്ടീൻ. മൊണോമറുകൾ ചേർന്നുണ്ടാവുന്ന സാധനമാണ് പോളിമർ. മൊണോമറുകൾ ചേർന്നുണ്ടാവുന്ന സാധനമാണ് പോളിമർ. ഈ അമിനോ ആസിഡ് മൊണോമറുകൾ ചേർന്നുണ്ടാവുന്ന പോളിമർ ചോദിച്ചാൽ അത് പ്രോട്ടീൻ. ഗ്ലൂക്കോസ് അങ്ങനെയുള്ള മൊണോമറുകൾ ചേർന്നുണ്ടാകുന്ന പോളിമർ ചോദിച്ചാൽ അന്നജം. ഇനി ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ അനുയോജ്യമായ പോളിമറുകളെ പറയുന്ന പേരാണ് ഫൈബറുകൾ. ഇനി രണ്ട് വിധത്തില് വാർത്തെടുക്കാൻ കഴിയുന്ന പോളിമറിന്റെ എക്സാമ്പിൾ ആണ് പ്ലാസ്റ്റിക്. ജീവജാലങ്ങളിൽ കാണുന്ന പോളിമർ ബയോ പോളിമർ എന്നാണ് അതിനെ പറയുക. ലോഹ ഓക്സൈഡ് ഇത് വേണ്ട, നമ്മൾ തെറ്റി കൊടുത്തു കഴിഞ്ഞാൽ. പ്രകൃതിദത്ത പോളിമറുകൾക്ക് എക്സാമ്പിൾ ആണ് സിൽക്ക്, കമ്പിളി, ചണമ. നിങ്ങൾക്ക് അറിയണതാണ്. വസ്ത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രകൃതിദത്ത പോളിമർ ആണ് കോട്ടൺ, സിൽക്ക്. പിന്നെ സിന്തറ്റിക് പോളിമർ എന്ന് പറഞ്ഞാൽ ശാസ്ത്ര പരീക്ഷണശാലയിൽ നിർമ്മിച്ച പോളിമർ ആണ്. ഓക്കെ, സിന്തറ്റിക് പോളിമറുകൾക്ക് എക്സാമ്പിൾ ആണ് നൈലോണ്, റയോണ്, PVC, പോളിത്തീൻ. ഓക്കെ, ഇതൊക്കെ സിന്തറ്റിക് പോളിമറുകളാണ്. സിന്തറ്റിക് പോളിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്ര പരീക്ഷണശാലയിൽ നിർമ്മിച്ച പോളിമറിനെ പറയുന്ന പേരാണ് സിന്തറ്റിക് പോളിമറുകൾ. അതിന്റെ എക്സാമ്പിൾ ആണ് നൈലോൺ, റയോൺ, പോളിത്തീൻ, PVC. അതായത് കൃത്രിമമായ മാർഗങ്ങളിൽ കൂടെ ഉണ്ടാക്കണ പോളിമറുകളാണ്. അന്ന് നമ്മളിപ്പോ പറഞ്ഞ പരുത്തി, സിൽക്ക്, ഇതൊക്കെ നമുക്കറിയാം പ്രകൃതിദത്തമായിട്ടുള്ള പോളിമർ ആണ്. സിൽക്ക്, കമ്പിളി, ചണം, അത്രേ ഉള്ളൂ. ഇനി ഇതിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ വേറെ എടുക്കാം. കൃത്രിമ നൂൽത്തരങ്ങളുടെ സവിശേഷതയാണ് പ്രകൃതിദത്ത നൂൽത്തരങ്ങളെക്കാൾ വില കുറവ്, കൂടുതൽ ഈട് നിൽക്കും, എളുപ്പത്തിൽ ചുളുങ്ങില്ല, നനഞ്ഞ വേഗത്തിൽ ഉണങ്ങും. നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മീഷോന്നൊക്കെ വാങ്ങണ
വില കുറവിന്റെ ടോപ്പില്ലേ, ഈ പറഞ്ഞ സിന്തറ്റിക് അങ്ങനത്തെ സാധനങ്ങൾ, അതിന് എന്താ പ്രത്യേകത, കൂടുതൽ നാൾ ഈട് നിൽക്കും, എളുപ്പത്തിൽ ചുളുങ്ങൊന്നുമില്ല, അങ്ങനെ തേക്കേണ്ട കാര്യമൊന്നുമില്ല, നനഞ്ഞാലും വേഗം ഉണങ്ങും. അതൊക്കെ ഈ പറഞ്ഞ കൃത്രിമ നൂല് കൊണ്ട് ഉണ്ടാക്കിയ ഡ്രസ്സുകളായിരിക്കും. ഒരു പോളിസ്റ്റർ ടൈപ്പ് ഡ്രസ്സുകൾ കിട്ടില്ലേ, അത്. പിന്നെ അതിന്റെ പരിമിതികൾ എന്താ, വായു സഞ്ചാരം കുറവായിരിക്കും, ജലാംശം ആഗിരണം ചെയ്യാനുള്ള കഴിവ് കുറവാണ്, ചൂടുള്ള കാലാവസ്ഥയ്ക്ക് അത്ര അനുയോജ്യമല്ല, തീ പിടിക്കാനൊക്കെയുള്ള പ്രവണത കൂടുതൽ. ഇത് പഠിക്കുക. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂല് ഏതാന്ന് ചോദിച്ചാൽ അത് നൈലോൺ. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂല് നൈലോൺ. കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്നത് റയോൺ. ആദ്യമായിട്ട് ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടാ. മറ്റേതൊന്നും അത്ര ഇമ്പോർട്ടന്റ് ഒന്നല്ല. ഇത് പഠിക്കുക. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂല് ചോദിച്ചാൽ അത് നൈലോൺ ആണ്. കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്നത് റയോൺ ആണ്. ഇമ്പോർട്ടന്റ് ആട്ടാ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്. പട്ടുവസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചു വരുന്ന പ്രകൃതിദത്ത സിൽക്കിന് സമാനമായിട്ടുള്ള സാധനമാണ് റയോൺ. ഇത് ഞാൻ അടുത്തതിൽ ഈ പോർഷൻ ഒന്നും കൂടി ഇടാം കേട്ടോ. ഞാനിപ്പോ മെയിൻ ആയിട്ട് പ്ലാസ്റ്റിക് ആണ് കോൺസെൻട്രേറ്റ് ചെയ്യണത്. ഈ സാധനം ഞാൻ ഒന്നും കൂടി ഇടാം കേട്ടോ. പറ്റണവര് ഇപ്പൊ പഠിക്കുക. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂല് ചോദിച്ചാൽ അത് നൈലോൺ ആണെന്നും കൃത്രിമ പട്ട് റയോൺ ആണെന്നും പഠിക്കുക. ഇത് നമ്മൾ പിന്നെ ഇടാം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ കുറേശ്ശെ പറഞ്ഞുതരാം. പ്ലാസ്റ്റിക്കുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണേ. തെർമോ പ്ലാസ്റ്റിക്കും തെർമോസെറ്റിക് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ് രണ്ട് തരം പ്ലാസ്റ്റിക് ഉണ്ട്. അതായത് ചൂടാക്കുമ്പോൾ ഉണ്ടാവണ മാറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ പ്ലാസ്റ്റിക്കിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിരിക്കണം. അതിലൊന്ന് തെർമോ പ്ലാസ്റ്റിക്കും ഒന്ന് തെർമോസെറ്റിക് പ്ലാസ്റ്റിക്കും ആണ് കേട്ടോ. തെർമോസെറ്റിക് പ്ലാസ്റ്റിക്കും തെർമോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ് രണ്ടായിട്ട് പ്ലാസ്റ്റിക്കിനെ തിരിച്ചുണ്ട്. ഇതിലെ ഈ തെർമോ പ്ലാസ്റ്റിക്കിന്റെ പ്രത്യേകത, ചൂടായി കഴിഞ്ഞാൽ മൃദുവാവും, തണുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൃഢമാവും. അങ്ങനെയുള്ള സാധനത്തിനെയാണ് തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയാം. അതിനാകെ ഭൗതിക മാറ്റം മാത്രം മാറ്റുള്ളൂ. ഒരു രാസപരമായിട്ടുള്ള ഒരു മാറ്റം അതിന് ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ചാൽ മതി, PVC പൈപ്പ്, ഈ സാധനം ചൂടാക്കി നമ്മൾ ബെൻഡ് ചെയ്യാനും അതിനൊക്കെ നമ്മൾ ചൂടാക്കുകയൊക്കെ ചെയ്യില്ലേ. അപ്പൊ ആ സാധനം ഒന്നും മൃദുവാകും, കുറച്ചു നേരം കഴിയുമ്പോൾ അത് ദൃഢമാവും. അത് ആലോചിച്ചാൽ മതി. PVC നമ്മുടെ ഇലക്ട്രിക്കൽ വയറിനും പ്ലംബിങ്ങിനും അതിനൊക്കെ ഉപയോഗിക്കണ PVC. അതേപോലെ പോളിത്തീൻ ബാഗുകൾ, ഇതൊക്കെ ഈ തെർമോ പ്ലാസ്റ്റിക്കിന് എക്സാമ്പിൾ ആണ്. അപ്പൊ പ്ലാസ്റ്റിക് രണ്ട് തരമുണ്ട്. തെർമോ പ്ലാസ്റ്റിക്കും ഉണ്ട്, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കും ഉണ്ട്. തെർമോ പ്ലാസ്റ്റിക്കിന്റെ പ്രത്യേകത, ചൂടാക്കി കഴിഞ്ഞാൽ അത് മൃദുവാകും, തണുത്തു കഴിഞ്ഞാൽ ദൃഢമാവും, പിന്നെ അവിടെ ഒരു ഭൗതിക മാറ്റം മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അതിന് എക്സാമ്പിൾ ആണ് PVC പോളിത്തീനും കേട്ടോ. PVC പോളിത്തീനും. അടുത്ത സെറ്റാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. ഇതിന് എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചൂടാക്കി കഴിഞ്ഞാൽ മൃദുവായിരിക്കും, എന്നാൽ തണുത്ത് കഴിയുമ്പോൾ സ്ഥിരമായിട്ട് ദൃഢമാവും. പിന്നെ അതിനെ തിരിച്ച് അതിന്റെ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, തിരിച്ച് അതിനെ പഴയ രൂപത്തിലാക്കാൻ പറ്റില്ല. അത് പെർമനന്റ് ആയിട്ട് സെറ്റ് ആവും എന്ന് ആലോചിച്ചാൽ മതി. തെർമോസെറ്റിക് പെർമനന്റ് ആയിട്ട് സെറ്റ് ആവും. അതിനെയാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയണത് കേട്ടോ. ദൃഢമായി കഴിഞ്ഞാൽ ചൂടാക്കി വീണ്ടും രൂപമാറ്റം വരുത്താൻ സാധിക്കില്ല, പെർമനന്റ് ആയിട്ട് അത് സെറ്റ് ആവും. ഇവിടെ ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക മാറ്റത്തോടൊപ്പം രാസമാറ്റം കൂടി സംഭവിക്കുന്ന പ്ലാസ്റ്റിക് ആണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്താന്ന് പഠിക്കുക. ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മൃദുവായാലും തണുത്ത് കഴിഞ്ഞാൽ അത് പെർമനന്റ് ആയിട്ട് ദൃഢമായിട്ട് മാറണതിനെയാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതിന് ഭൗതിക മാറ്റത്തോടൊപ്പം രാസമാറ്റം കൂടി തെർമോസെറ്റിക് പ്ലാസ്റ്റിക്കിന് സംഭവിക്കും. അതിന് എക്സാമ്പിൾ ആണ് ബേക്കലൈറ്റും അതേപോലെ മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ. ഇത് രണ്ടും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ തെർമോ പ്ലാസ്റ്റിക് എന്താന്ന് പഠിക്കുക, അതിന്റെ എക്സാമ്പിൾ പഠിക്കുക. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്താന്ന് പഠിക്കുക, അതിന്റെ എക്സാമ്പിളും പഠിക്കാം. ഇതിന്റെ എക്സാമ്പിൾ ആണ് ബേക്കലൈറ്റും മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിനും. ബേക്കലൈറ്റ് നമ്മൾ ഉപയോഗിക്കണത് പ്ലഗുകള്, സ്വിച്ചുകള്, ബട്ടണുകള്, വൈദ്യുതോപകരണം, നമ്മുടെ പാചക പാത്രങ്ങളുടെ ഒക്കെ പിടി, കറുത്ത കളറിലുള്ള പിടിയില്ലേ, അതാണ് ബേക്കലൈറ്റ് എന്ന് പറഞ്ഞ സാധനം. അതിന് ഉപയോഗിക്കുന്ന സാധനമാണ് ബേക്കലൈറ്റ്. മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ യൂസ് ചെയ്യണത് പൊട്ടാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങളില്ലേ, അത് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യണ സാധനമാണ് മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ. ഇനി ഈ നോൺ സ്റ്റിക് പാനിന്റെ ഉള്ളിലുള്ള കോട്ടിങ്ങിനെ പറയണ പേര് ടെഫ്ലോൺ കോട്ടിങ് കേട്ടോ. അതും ചോദിക്കാറുണ്ട്. ഈ പിടി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനം ബേക്കലൈറ്റ് കേട്ടോ. ഇനി പ്ലാസ്റ്റിക്കിന്റെ, ഇതൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാനും പ്ലാസ്റ്റിക് മൂല്യം മലിനീകരണം ഒഴിവാക്കണം 4R ശീലിക്കുക. ഈ 4R ഏതാന്നും പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് റെഡ്യൂസ്, ഉപയോഗം കുറയ്ക്കുക. റീയൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഉപയോഗിച്ചവ തന്നെ വീണ്ടും ഉപയോഗിക്കുക. റെഫ്യൂസ് എന്ന് പറഞ്ഞാൽ നൽകാതിരിക്കുക. റീസൈക്കിൾ എന്ന് പറഞ്ഞാൽ പുനഃചംക്രമണം ചെയ്യുക. അങ്ങനെ 4R യൂസ് ചെയ്ത ഈ പ്ലാസ്റ്റിക്കിന്റെ ഇത് കുറയ്ക്കാം. റബ്ബർ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇലാസ്തികത സ്വഭാവമുള്ള പ്രകൃതിദത്ത പോളിമർ ആണ് റബ്ബർ.
റബ്ബറിൽ നിന്ന് ചെറുക്കുന്ന റബ്ബർ പാല് ലാറ്റക്സ്. ഈ റബ്ബർ പാലിനെ പറയണ പേരാണ് ലാറ്റക്സ്. അതിൽ നിന്ന് വേർതിരിച്ചെടുക്കണതാണ് ഈ വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത്. റബ്ബറിന്റെ മണോമർ ആണ് ഐസോപ്രീൻ. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. റബ്ബറിന്റെ മണോമർ ചോദിച്ച ഐസോപ്രീൻ. കൃത്രിമ റബ്ബർ ഉണ്ട്. അത് റബ്ബറിന്റെ സ്വഭാവമുള്ള കൃത്രിമ പോളിമർ ആണ്. അതിന് എക്സാമ്പിൾ ആണ് നിയോപ്രീൻ, തയോക്കോൾ, ബ്യൂണ എസ്, ബ്യൂണ എൻ ഒക്കെ ഈ പറഞ്ഞ കൃത്രിമ റബ്ബറിന് എക്സാമ്പിൾ ആണ്. അത് ചോദിക്കാറുണ്ട്. ക്ലിയർ ആയോ? ഇത്തിരി ഓടിച്ചു പോയി ഞാൻ. ഇത് ക്ലിയർ ആയോ? രണ്ട് തരം പ്ലാസ്റ്റിക് ഉണ്ട്. തെർമോ പ്ലാസ്റ്റിക്കും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. തെർമോ പ്ലാസ്റ്റിക് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൃദുവാകും. പിന്നീട് അത് പെർമനന്റ് ആയിട്ടൊന്നും ചേഞ്ച് വരില്ല. ഭൗതിക മാറ്റം മാത്രം വരണേനെയാണ് തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയണത്. ഓക്കെ, അടുത്തത് പെർമനന്റ് ആയിട്ട് സെറ്റ് ആവുകയും അതേപോലെ തന്നെ രാസമാറ്റം കൂടി വരണ പ്ലാസ്റ്റിക്കിനെ പറയണ പേരാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. അതിന് എക്സാമ്പിൾ ആണ് ബേക്ക്ലൈറ്റും മെലാമിൻ, ഫോർമാൽഡിഹൈഡ്, റെസിൻ. ബേക്ക്ലൈറ്റ് യൂസ് ചെയ്യണത് പാചകപാത്രങ്ങളുടെ പിടിയിലായിട്ട് യൂസ് ചെയ്യണതാണ്. മെലാമിൻ, ഫോർമാൽഡിഹൈഡ്, റെസിൻ യൂസ് ചെയ്യണത് പൊട്ടാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉണ്ടാക്കാനാണ്. തെർമോപ്ലാസ്റ്റിക്കിന് എക്സാമ്പിൾ ആണ് പോളിത്തീനും PVC ഒക്കെ. ക്ലിയർ ആയോ? രണ്ട് കാര്യം പറഞ്ഞ, രണ്ടു തരം പ്ലാസ്റ്റിക്, തെർമോ പ്ലാസ്റ്റിക്കും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കും. ക്ലിയർ ആയോ? ആരും ഒന്നും പറയണല്ലോ. ക്ലിയർ ആയോ? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എന്നാ. തെർമോ പ്ലാസ്റ്റിക്കിന് ഉദാഹരണം കേട്ടോ താഴെ തന്നിരിക്കുന്ന തെർമോ പ്ലാസ്റ്റിക്കിന് എക്സാമ്പിൾ. ഇത് ഗാദി ബോർഡ് LDയുടെ പ്രിലിംസിന് ചോദിച്ചതാണേ. ഓപ്ഷൻ എ ബേക്കലൈറ്റ്, ഓപ്ഷൻ ബി മെലാമിൻ, ഫോർമാൽഡിഹൈഡ്, ഓപ്ഷൻ സി പോളിസ്റ്റർ, ഓപ്ഷൻ ഡി PVC. ഏതാ എക്സാമ്പിൾ? തെർമോ പ്ലാസ്റ്റിക്കിന് എക്സാമ്പിൾ സിമി. ബേക്കലൈറ്റ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആടാ. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് എക്സാമ്പിൾ ആണ് ബേക്കലൈറ്റും ഫോർമാൽഡിഹൈഡ് റെസിനൊക്കെ, മെലാമിൻ, ഫോർമാൽഡിഹൈഡ്, റെസിനൊക്കെ. തെർമോ പ്ലാസ്റ്റിക്കിന് എക്സാമ്പിൾ PVC, അതേപോലെ തന്നെ പോളിത്തീൻ, നൈലോൺ ഒക്കെ. ഇതൊക്കെ PVCയുടെ ഫുൾ നെയിം അറിയില്ലേ? പോളി വിനൈൽ ക്ലോറൈഡ് കേട്ടോ. PVCയുടെ PVC പൈപ്പ് ഒക്കെ ഇല്ലേ? ആ PVCയുടെ ഫുൾ നെയിം ആണ് പോളി വിനൈൽ ക്ലോറൈഡ് കേട്ടോ. അപ്പൊ അതിന്റെ മൊണോമർ ഏതാന്ന് ചോദിച്ചാൽ വിനൈൽ ക്ലോറൈഡ് ആണ് കേട്ടോ. അതിൽ തന്നെ ഉണ്ടല്ലോ പോളി വിനൈൽ ക്ലോറൈഡ്. അതിന്റെ മൊണോമർ ചോദിച്ചാൽ വിനൈൽ ക്ലോറൈഡ്. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഞാൻ പറയാത്ത കാര്യമാണ്. പ്ലാസ്റ്റിക് മാലിന്യത്തെ പുനഃചംക്രമണം ചെയ്തുണ്ടാക്കിയ വസ്തു ഏത്? ഇത് ചോദിച്ചത് ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് ചോദിച്ചതാണ് കേട്ടോ. പ്ലാസ്റ്റിക് മാലിന്യത്തെ പുനഃചംക്രമണം ചെയ്തുണ്ടാക്കിയ വസ്തു. ഓപ്ഷൻ എ പോളി ബ്ലൻഡ്, ഓപ്ഷൻ ബി കാഡ്മിയം, ഓപ്ഷൻ സി ബിറ്റുമൻ, ഓപ്ഷൻ ഡി ലെഡ്. ആൻസർ അറിയോ? ഞാൻ ഇത് ക്വസ്റ്റ്യൻ ഒന്നും കൂടി പരീക്ഷയ്ക്ക് ഇടാം. അപ്പൊ നിങ്ങൾ ഒന്നും കൂടി പഠിക്കും. പോളി ബ്ലൻഡ് ആണ് കേട്ടോ ആൻസർ. പോളി ബ്ലൻഡ്. ഈ പോളി ബ്ലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ റോഡ് ടാർ ചെയ്യാൻ വേണ്ടി ബിറ്റുമന്റെ കൂടെ യൂസ് ചെയ്ത് പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ട് റോഡ് ടാർ ചെയ്യാന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ അതിനു വേണ്ടി യൂസ് ചെയ്യണ സാധനമാണ് ഈ പറഞ്ഞ പോളി ബ്ലൻഡ് എന്ന് പറഞ്ഞ സാധനം കേട്ടോ. അത് റോഡ് ടാർ ചെയ്യാൻ ബിറ്റുമന്റെ ഒപ്പം യൂസ് ചെയ്യണതാണ് കേട്ടോ. ഓക്കെ, അതാണ് പ്ലാസ്റ്റിക് മാലിന്യത്തെ പുനഃചംക്രമണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു റീസൈക്കിൾ ചെയ്യാണ്. അത് ഉണ്ടാക്കിയ വസ്തുവാണ് ഈ പറഞ്ഞ പോളി ബ്ലൻഡ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ശരി, താങ്ക് യു.